ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഖദ് ഖാല അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. വിശിഷ്ടരായ ഉസ്താദുമാർ, സ്നേഹം നിറഞ്ഞ മുത്തഅല്ലിമുകൾ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ പഠിക്കാൻ ഒരുമിച്ച് കൂടുക എന്നുള്ളത് വലിയ ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നതും പാടുന്നതും അവിടത്തേക്ക് ഉള്ള ഖിദ്മത്തിൻ്റെ ഭാഗമാണ്. ഖദംതുഹു ബിമദീഹിൻ എന്ന ബുർദയിൽ ഒരു ഭാഗം കാണാം. മുത്തുനബിക്ക് മദ്ഹ് പറയുന്നത് അവിടുത്തെ ഖാദിമീങ്ങളിൽ പെടാനുള്ള ഒരു വഴിയാണ്. പൊതുവിൽ നമ്മുടെ നാട്ടിൽ വലിയ ഉസ്താദുമാർ വന്നാൽ അവർ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കപ്പെട്ടാൽ ഖാദിമീങ്ങളെ പരതുന്നത് കാണാം. ഖാദിമീങ്ങളെ കൂട്ടാതെ സ്വർഗത്തിലേക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും തയ്യാറാവില്ല. അവിടുത്തെ ജീവിതകാലത്ത് നേരിട്ട് ഖിദ്മത്തെടുക്കാൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെ, റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള നീണ്ട 13 ആൾക്കാരെ പോലെ നമുക്ക് ഏതായാലും സാധ്യമായിട്ടില്ല. ഈ കാലത്ത് അവിടുത്തെ മദ്ഹ് പറഞ്ഞും എഴുതിയും വായിച്ചും പഠിച്ചും പാടിയും ഖിദ്മത്തെടുക്കാനുള്ള ഒരു വഴിയെയാണ് ഇമാം ബൂസരി റഹ്മഹുല്ല ഖദംതുഹു ബിമദീഹിൻ അസ്തഖീലു ബിഹി ദുനൂബ ഉംരിൻ മള ഫി ശഅരി വൽ ഖിദമി എന്ന വരിയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നല്ല പഠനത്തിന് അൽ ഉംദ ഫി ശറഹിൽ ബുർദ എന്ന ഇമാം ഇബ്നു അജീബ് റഹിമഹുല്ലയുടെ ഗ്രന്ഥം നോക്കാം. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നത്, പാടുന്നത്, അതിലെ ഏതെങ്കിലും ഒരു അക്ഷരം സ്വീകരിച്ചാൽ, നമ്മൾ എഴുതിയ പുസ്തകത്തിൻ്റെ, ലേഖനത്തിൻ്റെ, നമ്മൾ പാടിയ പാട്ടിൻ്റെ ഒരു വരി, ഒരു അക്ഷരം സ്വീകരിച്ചാൽ അത് മതി നമ്മൾ ആഖിറത്തിൽ, നാളെ ആഖിറത്തിൽ ശഫാഅത്ത് ലഭിക്കാൻ. ഈ പ്രതീക്ഷയാണ് പിൽക്കാല പണ്ഡിതരിൽ വളരെ പ്രസിദ്ധനായ ഇമാം ഇബ്നു അല്ലാൻ റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നത്. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുന്നവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത ഒരു ദുആ ഹദീസുകളുടെ കാലത്ത്, ഹദീസുകളുടെ ലോകത്ത് നമുക്ക് കാണാം. എന്താണത്? അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്, അല്ലാഹുമ്മ അയ്യിദ് ഹസ്സാന ബിറൂഹിൽ ഖുദുസ്. വിവിധ റിപ്പോർട്ടുകളിൽ കാണാം. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പുകഴ്ത്തി പാടിയപ്പോൾ, എൻ്റെ ഹസ്സാന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് ശക്തി നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. ഈ ദുആ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത അല്ല, മറിച്ച് ആരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറയുന്നുണ്ടോ, എഴുതുന്നുണ്ടോ, പാടുന്നുണ്ടോ, അവർക്കൊക്കെ ജിബ്രീലിൻ്റെ പ്രാർത്ഥന, ജിബ്രീലിൻ്റെ കൂടെ നിന്നുകൊണ്ടുള്ള സഹായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ടാവും. അദ്ദലാലാത്തുൽ വാളിഹാത്ത് ശർഹി ദലായിലുൽ ഖൈറാത്ത് എന്ന യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹിയുടെ കൊച്ചു കൃതി അത് എഴുതി വെക്കുന്നുണ്ട്. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നത്, എഴുതുന്നത്, പാടുന്നത്, അതിനെ തിരിച്ചു പ്രതീക്ഷിക്കാവുന്നത് ചെറിയ സമ്മാനമൊന്നും അല്ല. കാരണം
അബ്ബാസ് ബിൻ മിർദാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പുകഴ്ത്തി പാടിയപ്പോൾ നബി തങ്ങൾ കൊടുത്തിരിക്കുന്നത് 500 രൂപ ചുരുട്ടി കൊടുത്തതല്ല, പിന്നെ 100 ഒട്ടകമാണ് കൊടുത്തേക്കുന്നത്. 100 ഒട്ടകം. ചെറുത് കൊടുത്ത് തങ്ങൾക്ക് ശീലമില്ലേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശമാഇലുകളുടെ ലോകത്ത് ഉള്ളറകളിലേക്ക് ചെന്നാൽ കാന അജ്വദന്നാസ്, ലോകത്തെ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്ന സ്വതക്ക ചെയ്യുന്ന ആളാണ് മുത്തുനബി എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശമാഇലിൻ്റെ ഗ്രന്ഥങ്ങളും എഴുതി വെക്കുന്നുണ്ട്. നബി തങ്ങളുടെ കയ്യിൽ നിന്ന് 100 ഒട്ടകങ്ങൾ കിട്ടിയവരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചപ്പോൾ കിട്ടിയത് 40 ആൾക്കാരാണ്. 100 ഒട്ടകം. ഇവിടെ ആരെങ്കിലും ഒരു ആജിയാരുണ്ടാവോ? 100 ബെൻസ് കാർ മുത്തഅല്ലിമീങ്ങൾക്ക് അല്ല പഠിപ്പിച്ച് ഉസ്താദിന് തന്നെ കൊടുക്കുന്നത്. 50 ഒട്ടകത്തിന്റെ കണക്ക് വേറെ വരുന്നുണ്ട്, 150ൻ്റെത് വേറെ ലിസ്റ്റ് ഉണ്ട്. ഹക്കീം ഇബ്നു ഹിസാം തങ്ങൾ കഥ പറയും, എനിക്ക് 300 ഒട്ടകം കിട്ടിയിട്ടുണ്ട്. അത് വേറെ. അതുണ്ടോ പറഞ്ഞാൽ തീരുന്നത്? ആമുഖത്തിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി പറയാനുണ്ട്. ചിലപ്പോൾ ആമുഖം ഒരു കിതാബാവാറുണ്ട്. തഫ്സീറിന്റെ ആമുഖമായിട്ട് സുയൂത്തി ഇമാം എഴുതിയതാണ് അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ. അതൊരു സ്വതന്ത്ര കിതാബാണെന്ന് പലരും വിചാരിച്ചേക്കണം. അല്ല, അതൊരു ആമുഖമാണ്. അദ്ദുറുൽ മൻസൂറിന്റെ ആമുഖമാണ് അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ. മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ ഒരു ആമുഖമാണ്. പ്രിഫേഴ്സ് ടു ലിറിക്കൽ ബല്ലാഡ്സ്, വേർഡ്സ്വർത്ത് ഒരു ആമുഖം എഴുതുന്നു. ആമുഖം ചിലപ്പോൾ ഒരു കിതാബാകും. ഇപ്പോൾ അതിലേക്ക് സമയമില്ല, ഞാൻ അതിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞു മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുന്നത്, പാടുന്നത്, എഴുതുന്നത് അത് വലിയ ഇബാദത്താണ്. അങ്ങനെയാകുമ്പോൾ ഇന്നലകളിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടും എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. ദിക്റു സ്വാലിഹീന കഫാറ എന്ന് സ്വാലിഹീങ്ങളുടെ നേതാവ് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ മൗലിദിന്റെ മജ്ലിസിൽ ഇരുന്നാൽ മതി, മൗലിദ് ചൊല്ലിയാൽ മതി, അതിൻ്റെ സംഘാടകരായാൽ മതി. സംഘാടകർക്കും പ്രത്യേകത ഉണ്ട്, വെറുതെ അല്ല. ഹുബ്ബുൽ അൻസ്വാരി മിനൽ ഈമാൻ, അൻസ്വാറുകളായ മദീനക്കാരെ ഇഷ്ടപ്പെടൽ ഈമാനിന്റെ ഭാഗമാണ് എന്ന അർത്ഥം വെച്ച് ഒതുക്കരുത്. ദീനിന്റെ സഹായികളായ ആരൊക്കെ സംഘാടകരുണ്ടോ അവരൊക്കെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗം, അവരെ സ്നേഹിക്കൽ തന്നെ ഈമാന്റെ ഭാഗം. അപ്പോൾ പിന്നെ അവരുടെ പ്രത്യേകത പറയാനുണ്ടോ? സംഘാടകർക്ക് എത്രമാത്രം പ്രത്യേകത ഉണ്ട്. ഹുബ്ബുൽ അൻസ്വാരി മിനൽ ഈമാൻ. ഒരു കാര്യത്തിനെ ഒരു വസ്ഫ് വെച്ച്, ഒരു പ്രത്യേകത വെച്ച് മദഹ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രത്യേകത ഉള്ളവർക്കെല്ലാം മിക്കപ്പോഴും ആ മഹത്വങ്ങൾ ഉണ്ടാകും. അതൊരു പൊതു തിയറിയാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ മജ്ലിസിൽ ഇരുന്നാൽ ഈ പ്രത്യേകതകളൊക്കെ ലഭിക്കണമെങ്കിൽ നമുക്കുണ്ടാവേണ്ട ചില ഗുണങ്ങളുണ്ട്. വെറുതെ അങ്ങ് കിട്ടണല്ല, ചില ഗുണങ്ങളുണ്ട്. അതിലെന്താ കാര്യങ്ങൾ? ഒന്ന്, കള്ള് കുടിച്ചാൽ പൊതുവിൽ കള്ള് കുടിച്ച ഹറാമാണ് ഉണ്ടാവുക. വ്യഭിചരിച്ചാൽ വ്യഭിചരിച്ച ഹറാമാണ് ഉണ്ടാവുക. വ്യഭിചാരത്തിന്റെ ഗൗരവം കുറക്കല്ല, ശേഷമുള്ള കാര്യത്തിന്റെ ഗൗരവം കൂട്ടുകയാണ്. എന്താണ് ശേഷമുള്ള കാര്യം? മദീനയിൽ നിന്ന് അദബ് കേട് കാണിച്ചാൽ ഇതുവരെയുള്ള അമല് പൊളിഞ്ഞു, ഇതുവരെയുള്ള എല്ലാ അമലും ബാത്തിലായി പോവും. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആളാ. റൂമിന്റെ വാതിലങ്ങ് പൂട്ടിയിട്ട് ഉള്ളിൽ ഒതുങ്ങിയ ആളാ. കുറെ ദിവസമായിട്ട് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ കാണാതിരുന്നപ്പോ അന്വേഷിച്ചു, രോഗിയാണോ? അങ്ങനെ അറിവൊന്നുമില്ലെന്ന് അയൽവാസികൾ പറഞ്ഞു. എന്നാ ഒന്ന് അന്വേഷിക്കണമല്ലോ. അയൽവക്കക്കാരായ സ്വഹാബിമാർ പോയി അന്വേഷിച്ചു. അന്വേഷിച്ച സമയത്ത് കിട്ടിയ വിവരം, ശബ്ദം ഉയർന്നു പോയാൽ, എവിടെ? തങ്ങളുടെ ചാരത്ത് വെച്ച് ശബ്ദം ഉയർന്നാൽ അൻതഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളുടെ അമൽ മുഴുവനും പൊട്ടിപ്പൊളിന് പാളീസായി പോകുമെന്ന ആയത്തിറങ്ങിയപ്പോൾ പേടിച്ചിട്ട്, ഞാൻ ഓൾറെഡി നല്ല ശബ്ദമുള്ള ആളാണ്, എൻ്റെ ഇതുവരെയുള്ള അമൽ ഏതായാലും പോയി,
ഇനിയുള്ളതെങ്കിലും അവിടെ നിന്നോട്ടെ എന്ന നിലപാടിലാണ് ആ മുഹിബ്, ആ സ്വഹാബി അവിടെ തന്നെ കുത്തിയിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. മജ്ലിസുകളിൽ നല്ല അദബുണ്ടാവണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് മാത്രമല്ല കേട്ടോ, അവിടുത്തെ വഫാത്തിന് ശേഷവും ആ മദീനയിൽ പോകുന്നവർക്ക് ആവേശമല്ല ഉണ്ടാവേണ്ടത്, ആദർശബോധമാണ് ഉണ്ടാവേണ്ടത്. സുക്കാനുൽ മദീന, മദീനക്കാരെ കുറ്റപ്പെടുത്താൻ തന്നെ പറ്റൂല. ഒരു പക്ഷെ അവർ നമ്മളോട് മദീനൻ്റെ റൗളൻ്റെ അടുത്തുനിന്ന് വേഗത്തിൽ പോകാനൊക്കെ പറയും. അവരെ കുറ്റം പറയരുത്, അവർ മദീന നാട്ടുകാരാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദന ഉണ്ടാക്കും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഈ ആയത്തിൻ്റെ വിശദീകരണം ഒന്ന് വായിക്കാം എന്ന് കരുതിയിട്ടാണ് സൂറത്തുൽ ഹുജറാത്തിൻ്റെ തഫ്സീർ കിതാബ് ഇങ്ങോട്ടേക്ക് എടുത്തത്. വസ്തദൽ ഉലമാഉ ഐളൻ, ചില ആശയങ്ങൾ നേരത്തെ പറഞ്ഞു പോകുന്നുണ്ട്. ബിഹാദിഹിൽ ആയത്തിൽ കരീമ അല മൻഇ മിൻ റഫ്ഇ സൗതി ഇൻദ ഖിറാഅത്തി ഹദീസിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൻ്റെ ക്ലാസ്സിലും ശബ്ദം ഉയർത്തരുത്. ഈ ആയത്ത് രേഖയാണ്. ഹദീസിൻ്റെ ക്ലാസ്സിലും ആ അദബ് പാലിക്കണം. قال القاضي أبو بكر بن العربي رحمه الله حرمة النبي صلى الله عليه وسلم بعد وفاته كحرمته قبلها. തങ്ങളുടെ ജീവിതകാലത്ത് നമ്മൾ കാണിച്ച ആ ബഹുമാനവും ആദരവും തങ്ങൾക്ക് വഫാത്തിന് ശേഷവും ഉണ്ട്. ഫഇദാ ഖുരിയ കലാമുഹു, അവിടുത്തെ ഹദീസ് ഇങ്ങനെ വായിക്കപ്പെട്ടാൽ ആ സദസ്സിൽ ഇരുന്നാൽ വജബ അലാ കുല്ലി ഹാളിരിൻ അല്ലാ യർഫഉ സൗതഹു അലൈഹി, തങ്ങളെക്കാൾ ശബ്ദം ഉയർത്താത്ത രീതിയിൽ ഹദീസിൻ്റെ ക്ലാസ്സിനോട് അദബ് പാലിക്കണം. ഫമജ്ലിസുൻ യുഖറഉ ഫീഹി ഹദീസുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ മജ്ലിസുൻ മുഅല്ലം, ആദരിക്കപ്പെടേണ്ട മജ്ലിസാണ് ഹദീസിൻ്റെ ക്ലാസ്സുകൾ. വകദാ യജിബുൽ അദബു വൽ ഇഹ്തിറാമു വൽ ഇസ്ഗാഉ ഇൻദ ഖിറാഅത്തി സീറത്തിഹി ഷരീഫ, അവിടുത്തെ മൗലിദ് പാരായണം ചെയ്യുന്നിടത്തും ഈ അദബ് പാലിക്കണം. വബയാനി ഔസാഫിഹി വശമാഇലിഹിൽ ഹമീദ, ഷമാഇലിൻ്റെ ദർസുകളിലും ഈ അദബ് നമ്മൾ പാലിക്കണം. വഖിസാലിഹിൽ മജീദ, അവിടുത്തെ പ്രത്യേകതകൾ പറയുന്നിടത്തും ഈ അദബ് പാലിക്കണം. വയദ്ഖുലു തഹ്ത ഹാദാ, ഈ പറയുന്ന അദബ് ബഹുമാനം തീർച്ചയായിട്ടും ഇൻദ ഖിറാഅത്തി ഖിസ്സത്തി മൗലിദി ഷരീഫ്, അവിടുത്തെ മൗലിദ് പാരായണം ചെയ്യുന്നിടത്തും അദബ് പാലിക്കണമെന്ന് അഇമ്മത്ത് എഴുതി വെക്കുന്നു, മഹാന്മാർ എഴുതി വെക്കുന്നു. കമാ യജിബു അലൽ മാദിഹീന മുറാഅത്തുൽ അദബി വത്തക്രീമി വത്തഅളീമി ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദ്ഹ് പാടുന്നവരൊക്കെ ആ ജാഗ്രത കാണിക്കണം. ഫഇന്ന തിൽക്കൽ മജാലിസ്, ഈ പറയുന്ന എല്ലാ മജ്ലിസുകളും, ഹദീസിൻ്റെ മജ്ലിസ്, സീറൻ്റെ മജ്ലിസ്, ഷമാഇലിൻ്റെ മജ്ലിസ്, മൗലിദിൻ്റെ മജ്ലിസ്, യജിബു ഫീഹൽ അദബു മഅഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദബ് കാണിക്കേണ്ട മജ്ലിസാണ്. ഇതാണ് ആമുഖത്തിൽ നമ്മൾ പഠിക്കാനുള്ളത്. എനിക്കിന്ന് സംഘാടകർ നൽകിയ വിഷയത്തിലേക്ക് വരുന്നു. സൗന്ദര്യം പകർത്തിയ ഷമാഇലുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീര സൗന്ദര്യത്തിനാണോ കൂടുതൽ ഭംഗി, അല്ല സ്വഭാവ ഭംഗിക്കാണോ കൂടുതൽ ചന്തം എന്ന് നമ്മൾ പഠിച്ചാൽ നമ്മൾ തോറ്റുപോകും. ഏതിനാണ് സൗന്ദര്യം കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഉദാഹരണം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് മഹദിമാരായ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹയും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയും പറയുന്നത് കാണാം. ഖദീജ ബീവി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, വലൗ അന്നലി ഫീ കുല്ലി യൗമിൻ വലൈല ബസത്തു സുലൈമാനിൻ വമിൽക്കൽ അകാസിറ, സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലെ സർവ്വ പട്ടുമെത്തകളും രാജാക്കന്മാരുടെ പരവതാനികളും എനിക്ക് ഓരോ ദിവസവും പുതുതായി കിട്ടിയാൽ ലമഅദലത് ഇന്ദി ജനാഹു ബഉളത്തിൻ ഇദാ ലം തകുൻ ഐനി ലിവജ്ഹിക നാളിറ, മുത്തുനബീൻ്റെ മുഖത്ത് നോക്കിയാൽ തീർന്നു എല്ലാം, ഇതൊന്നുമല്ല. ആ മുഖത്തിന് അത്രമേൽ സൗന്ദര്യമുണ്ട്. ഈ മജ്ലിസ് ആ മുഖം കാണാൻ ഒരു കാരണമാക്കി തരണേ റഹ്മാനെ. അതിന് മാത്രം നമ്മുടെ കണ്ണും കൽബും നീ വൃത്തിയാക്കി തരണേ അല്ലാ. അപ്പോൾ അവിടുത്തെ
മുഖത്തെക്കുറിച്ച് സ്വഹാബത്ത് പറയണത്, ചിരിക്കുമ്പോൾ ആ പല്ലിൻ്റെ ഇടയിലൂടെ വരുന്ന പ്രകാശം കൊണ്ട് നോക്കുന്ന ആളുടെ കണ്ണ് പൂട്ടിപ്പോകും. അത്രയും വലിയ ലൈറ്റാണ്, കണ്ണ് പൂട്ടിപ്പോകും. ഒരു സ്വഹാബി പറഞ്ഞല്ലോ, പൂർണ്ണ നിലാവ് ഉദിച്ച ഒരു ചന്ദ്രൻ ഉള്ള പൂർണ്ണ നിലാവുള്ള അഥവാ ചന്ദ്രൻ പൂർണ്ണമായ ഒരു രാത്രി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം നോക്കി, ചന്ദ്രനെയും നോക്കി, മാറി മാറി നോക്കി. ജഡ്ജ്മെന്റിന് അധികം സമയം വേണ്ടി വന്നിട്ടില്ല. ഇതൊന്നുമല്ല എന്ന് മനസ്സിലായി. തങ്ങളുടെ മുഖത്തിൻ്റെ മുന്നിൽ അതൊന്നുമല്ലെന്ന് മനസ്സിലായി. അങ്ങനെ വാശിയേറിയ മത്സരം എന്നൊന്നും ഡയലോഗ് അടിക്കാൻ മാത്രമൊന്നുമില്ല, ഒരു വാശിയുമില്ല. തങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല എന്ന് മനസ്സിലായി. അതാണ് മങ്കൂസ് മൗലിദ് പറയുന്നത്, സുബ്ഹാനല്ലദി അത്വല ഫീ ശഹ്രി റബ്ബിയൽ അവ്വൽ ഖമറ നബിയുൽ ഹുദാ വഅജദ നൂറഹു ഖബല ഖൽഖിൽ ആലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് സൗന്ദര്യ മത്സരം ലോകത്ത് അരങ്ങേറിയിരുന്നു. ആദ്യ 2 സ്ഥാനങ്ങൾ വാങ്ങൽ ഖമർ എന്ന ചന്ദ്രനും ഫർഖദ് എന്ന് പറയുന്ന നക്ഷത്രവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച പിന്നെ മത്സരത്തിൽ നിന്ന് അവർ തോറ്റു പിന്മാറി. എന്ന് പറഞ്ഞാൽ മത്സരിക്കാതെ പോയി എന്ന അർത്ഥം. 2-3 സ്ഥാനങ്ങൾ വാങ്ങി എന്നല്ല അർത്ഥം. മത്സരത്തിൽ നമ്മൾ നിന്നിട്ട് കാര്യമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ കോഡ് നമ്പർ വിളിക്കുന്നതിന് മുമ്പ് തന്നെ മുങ്ങാറുണ്ട് ചില മത്സരികൾ. ആ പ്രയോഗത്തിലാണ് മങ്കൂസ് മൗലിദിൻ്റെ സൗന്ദര്യം കിടക്കുന്നത്. അഹ്ജല ഖമറം വ ഫർഖദ എന്ന് പറഞ്ഞാൽ അഹ്ജല ഖമറം വ ഫർഖദ. അഹ്ജല എന്ന് പറഞ്ഞാൽ നാണം കെട്ടുന്ന, ഖമറും ഫർഖദും നാണം കെട്ടുപോയി എന്ന് പറഞ്ഞാൽ ഉദാഹരണം, പച്ചയായ ഉദാഹരണം. ഇവിടെ ഒരു കുട്ടിയുണ്ട്, അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കും. ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ ഹി ഹാസ് ഗോട്ട് ഫസ്റ്റ് പ്രൈസ്. നമ്മുടെ ഇവിടുത്തെ ഫെസ്റ്റിൽ ആ കുട്ടിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. പക്ഷെ ആ ഇംഗ്ലീഷ് ഭയങ്കര ഇംഗ്ലീഷാണ് നമുക്ക് തോന്നുന്നതാണ്. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് മുറിമോഖൻ രാജാവായ ഇംഗ്ലീഷാണത്. അവൻ്റെ ഇംഗ്ലീഷ് വി ക്യാൻ സ്റ്റഡി. ഇംഗ്ലീഷിലൊരു സാധനവുമില്ല. അടുത്ത വാക്ക് കിട്ടാത്തതുകൊണ്ടുള്ള നമ്മളെ നാട്ടിലെ ഉരുണ്ട് കളിയുടെ പേരാണ് എന്നുള്ള സാധനം. അല്ലാതെ വേറെ ഇംഗ്ലീഷിലൊരു സാധനമൊന്നുമില്ല. അയാളാണ് ഇംഗ്ലീഷ് പ്രസംഗത്തിൽ ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ നാട്ടുകാരൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഓക്സ്ഫോർഡ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ അയാളെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. അയാൾക്ക് കോഡ് ലെറ്റർ ഡി ആണ് കിട്ടിയത്. കോഡ് ലെറ്റർ ഡി. ജഡ്ജസ് പ്ലീസ് നോട്ട് കോഡ് ലെറ്റർ എ ഓൺ ദി സ്റ്റേജ്. അങ്ങനെ എൻ്റെ പ്രസംഗം കേൾക്കണതും എനിക്ക് മനസ്സിലാവണമെന്നില്ല ഇതെന്താ പറയണത്. കാരണം അമേരിക്കയിലൊരു കുട്ടിയാണ്. കോഡ് ലെറ്റർ ബി സ്വീഡനിലൊരു കുട്ടിയാണ്. സി ബ്രിട്ടനിലൊരു കുട്ടിയാണ്. ഡി മൂത്രച്ചോളിയിലേക്കൂടെ അങ്ങനെ സൈഡിലേക്കൂടെ മുങ്ങും. അഹ്ജല ഖമറം വ ഫർഖദ. തോറ്റു തൊപ്പിയിട്ടു എന്നല്ല പറയണത്, മത്സരത്തിൽ നിന്ന് പിന്മാറി. ആവില്ല. ഈ മുഖത്തിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് കാണിക്കാനാ സൗന്ദര്യം? ആരാ തോറ്റു തൊപ്പിയിടുന്നത്? ചന്ദ്രൻ, നക്ഷത്ര ലോകത്തെ കുലപതിയായ ഫർഖദ്. ആവുല നബിയെ തോറ്റുപോയി. കണ്ടോ, മത്സരിച്ചിട്ട് നോക്കണമെങ്കിൽ മത്സരത്തിന് ഉണ്ടാവേണ്ട എന്തെങ്കിലും ഉണ്ടാവണ്ടേ? അതില്ലല്ലോ. നമ്മൾ മത്സരത്തിനില്ല. അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കഅന്ന ശംസ തജ്രി ഫീ വജ്ഹിഹി. അവിടുത്തെ മുഖം നോക്കിയാൽ സൂര്യൻ കറങ്ങുന്ന പോലെ തോന്നും. ചിലപ്പോൾ സൂര്യൻ ഇങ്ങനെ ഇതെന്താണ് എൻ്റെ നബിയുടെ മുഖം? സൂര്യൻ കറങ്ങുന്ന പോലെ തോന്നും. സൂര്യൻ കറങ്ങുന്ന പോലെ തോന്നും. അതൊന്നും ഒരു ആലങ്കാരികമായ പ്രയോഗങ്ങളല്ല. കാരണം സൂചി കാണാതായപ്പോൾ, വിളക്ക് കെട്ടുപോയപ്പോൾ, ആ സഭയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നപ്പോൾ ആ റസൂലുള്ളാഹിന്റെ വരവിൽ ലഭിച്ച വെളിച്ചത്തിലാണ് സൂചി കിട്ടുന്നത്. അല്ലെങ്കിൽ വെളിച്ചത്തിൽ തന്നെ സൂചി നഷ്ടപ്പെട്ടാൽ കിട്ടാൻ കുറച്ച് റിസ്ക്കാണ്. ആ ഇരുട്ടുള്ള സ്ഥലത്തേക്ക് തങ്ങൾ വന്നപ്പോഴാണ് ആയിഷുമ്മക്ക് സൂചി പരതി പിടിക്കാൻ എളുപ്പമായത്. അപ്പോൾ മനസ്സിലായി ആ പ്രഭ ആലങ്കാരികമായ മെറ്റഫർ, ഇസ്തിആറത്ത് അല്ല, പിന്നെ അതുള്ളതാണ്, ഹഖീഖത്തൻ ഉള്ളതാണ്. ആ പ്രഭ, ആ മുഖത്തിൻ്റെ പ്രകാശം ലോക്കലായ നമ്മുടെ കണ്ണുകൾക്കൊന്നും കഴിയില്ലാത്തതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. അതേ സമയത്ത് പ്രകാശത്തെ കാണാനുള്ള ശക്തിയുള്ളവർ അത് കാണുകയും ചെയ്യുന്നു. കാണുന്നില്ലേ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാനിംതുൻ നൗമൻ ഇല്ല റഅയ്തു ഫീഹി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എപ്പോൾ ഉറങ്ങിയാലും എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാറുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹിനെ കാണാൻ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താണെന്നറിയാം? ഒന്ന് കണ്ണ് പൂട്ടിക്കൊടുത്താൽ മതി.
ഒന്ന് പൂട്ടിക്കൊടുത്താൽ മതി, കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ പല സ്വഹാബിമാരും തമ്മിൽ മിണ്ടാത്തവണ്ണം ടെൻഷനിലാണ് ഉള്ളത്. അവർക്ക് എന്താ മിണ്ടണ്ടീന്ന് മനസ്സിലാകുന്നില്ല. ചില സ്വഹാബത്തിന് വഅതഖല ലിസാനുഹു, നബി തങ്ങളുടെ വഫാത്തിൻ്റെ വിവരം കേട്ടിട്ട് നാവ് അനക്കാൻ കഴിവില്ലാത്ത വണ്ണം അവർ തളർന്നു പോയിട്ടുണ്ട്. അങ്ങനെ ചില സ്വഹാബിമാരുണ്ട്. പിന്നെ അവർക്ക് കുറെ കാലത്തേക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. സ്വഹാബത്ത് കണ്ടാൽ കരയും. വളരെ വലിയ ടെൻഷനുള്ള അറ്റ്മോസ്ഫിയറും ആംബിയൻസും ആയിരുന്നു മദീനയിൽ ഉണ്ടായിരുന്നത്. കാർമേഘങ്ങൾ വരണ്ടുകൂടിയ അല്ലെങ്കിൽ മേഘാവൃതമായ ഒരു അന്തരീക്ഷം പോലെ മദീന കരയുന്ന ഇരുട്ടുള്ള ഒരു കാലമായി മുന്നോട്ട് പോകുമ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകിച്ച് കരച്ചിലൊന്നും കാണുന്നില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പലരും ചോദിക്കേണ്ടത്, നിങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതൽ ടെൻഷനും പ്രയാസമൊക്കെ വേണ്ടത്? കാരണം നബി തങ്ങളുടെ ഇരുത്തത്തിലും നൃത്തത്തിലും മുന്നേറ്റത്തിലും യാത്രയിലും പള്ളിയിലും കൂടെ ഉണ്ടായ ആളല്ലേ, നിങ്ങളെന്താണ് കരയാത്തത്, നിങ്ങൾക്ക് എന്താ വിഷമമൊന്നുമില്ലാത്തത് എന്ന ചോദ്യത്തിന് അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ മറുപടി എന്താ അറിയോ? ഞാനെന്തിനു കരയണം? എല്ലാ രാത്രിയും അറാഖുല്ല ലൈലത്തിൻ ഖലീലി വ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എല്ലാ രാത്രിയും എൻ്റെ റസൂലുള്ളാഹിനെ കാണുന്നുണ്ടല്ലോ. ജീവിതകാലത്തിൻ്റെ ലോഡ് തവണ കണ്ടിട്ടുണ്ട്, വഫാത്തിന് ശേഷം ഓരോ രാത്രിയും കാണാറുണ്ട്. ഇനി പിന്നെ പോരായിട്ട് മഹ്ശറിലെ ബേജാറല്ലേ, അതിനാ തങ്ങളടുത്തേക്ക് ഓടിപ്പോയിട്ട് പറയും അന ഉനൈസുഖ്. തങ്ങൾക്ക് എന്നെ മനസ്സിലായോ നബിയെ? ആ കുഞ്ഞനസ് മോന് തങ്ങൾക്ക് മിസ്വാക്ക് എടുത്തന്ന, വെള്ളം എടുത്തന്ന തങ്ങളുടെ കൊച്ചനസ് വഹുവൈനുമുഖ്, തങ്ങളുടെ കൊച്ചു ഖാദിമായ അനസൂട്ടിയാണ് നബിയെ. ആ അനസാണ് നബിയെ എന്ന് പറഞ്ഞിട്ട് തങ്ങളുടെ അടുത്ത് ഓടിപ്പോവും. പിന്നെ എന്തിനാ എനിക്ക് ടെൻഷൻ? എന്താ ധൈര്യമല്ലേ പറയാൻ? തിരൂരങ്ങാടി വാപ്പുസ്താദിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഞാൻ മദീനയിലേക്ക് പോവാണ്, ഉംറയും ഉദ്ദേശമുണ്ട്, സിയാറത്തും ഉംറയും ഉദ്ദേശിച്ചിട്ട് പോരുകയാണ്, ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോൾ തിരൂരങ്ങാടി വാപ്പുസ്താദ് പറഞ്ഞല്ലോ, എനിക്കും ദ്വാരക്കണം. പിന്നെ മദീനയിൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് എൻ്റെ ഒരു സലാം പറയണം കേട്ടോ. എന്നെ അറിയും, പറഞ്ഞാൽ മതി. എന്നെ അറിയോ? നമ്മളെയൊക്കെ അറിയോ? അങ്ങനെ അറിഞ്ഞാൽ വമൻ ദഖലഹു കാന ആമിന, നമ്മളെ നമ്പർ, നമ്മുടെ പേര് അവിടുത്തെ ഹൃദയത്തിൽ സേവ് ആണെങ്കിൽ കാന ആമിന, പിന്നെ നിരകില്ല. കാരണം സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്തിട്ട് തിരിച്ച് തങ്ങൾ വരും. എന്തിന്? ആ പേര് സേവുള്ള എല്ലാവരും പാടെ സ്വർഗത്തിൽ കൺഫേം ചെയ്തതിന് ശേഷം പിന്നെ രണ്ടാമത് സ്വർഗത്തിൽ പോകുള്ളൂ. വമൻ ദഖലഹു കാന ആമിന, അവിടുത്തെ ഹൃദയത്തിൽ ഒരിടം കിട്ടണം. അതിനാണ് വിസ്വാൽ എന്ന് പറയുന്നത്. ഒരാൾക്ക് വിസ്വാൽ ലഭിക്കണമെങ്കിൽ, നബിതങ്ങളുമായിട്ടുള്ള സ്പെഷ്യൽ കോണ്ടാക്റ്റ് ലഭിക്കണമെങ്കിൽ ഉള്ള കണ്ടീഷൻ അവിടുത്തെ തഖല്ലുക്ക് ഉണ്ടാവണം. അവിടുത്തെ സ്വഭാവം പഠിച്ച് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഒരാൾക്ക് തഖല്ലുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായ ഹുബ്ബ് ഉണ്ടാവണം. ഒരാൾക്ക് ആത്മാർത്ഥമായ ഹുബ്ബ് ഉണ്ടാവണമെങ്കിൽ അയാൾ സ്വലാത്ത് കൂടുതൽ ചൊല്ലണം. ഒരാൾക്ക് സ്വലാത്ത് കൂടുതൽ ചൊല്ലാൻ തോന്നണമെങ്കിൽ ഉള്ളു പുറവും ആയിട്ട് ഉള്ളു നല്ല ശുദ്ധി വേണം. പുറത്തറിഞ്ഞാൽ വഷളാവുന്ന തെറ്റ് രഹസ്യ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടുത്തെ ശഫാഅത്ത് കിട്ടൽ ബുദ്ധിമുട്ടാണ് എന്ന് ഷഹറാനി ഇമാം ലവാഖി അൻവാറുൽ ഖുദ്സിയ ഫിൽ ഉഹൂദുൽ മുഹമ്മദിയ എന്ന കിതാബിൽ എഴുതി വെക്കുന്നു. ഈ പ്രമേയമാണ് ഇന്ന് വിശദീകരിക്കുന്നത്. എന്ത്? ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വിസ്വാൽ ഉണ്ടാവാൻ, സ്പെഷ്യൽ ബന്ധം ഉണ്ടാവാൻ തഖല്ലുക്ക് വേണം. തഖല്ലഖു ബി അഖ്ലാഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സംഘാടകർ എനിക്ക് നൽകിയ വിഷയം. ഈ വിശദീകരണം ജീലാനി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശറഹു സ്വലാത്തി സുഗ്റ എന്ന കിതാബിൽ കാണാം. തഖല്ലുക്ക് ഉണ്ടാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കണം. ഹാഫിള് അലാ സുനനിൻ വആദാബിൻ അതത് മഅ്സൂറതൻ അൻ ഖൈരി മൻ ജാ മുർസല ഇദ് ലാ ദലീല അലാ ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത റസൂലിൽ മുക്മില ഫീ ഹാലിഹി വഫഅലിഹി വമഖാലിഹി ഫതതബ്ബഅൻ വതാബിഅൻ ലാ തഅവില. അവിടുത്തെ പഠിച്ചാലേ നടക്കാനും ഇരിക്കാനും അവിടുത്തെ സ്വഭാവത്തെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പഠിക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഈ റബീഉൽ അവ്വൽ വന്നിട്ട് എത്ര പുസ്തകങ്ങൾ, കിതാബുകൾ മുത്താല ചെയ്യാൻ, വായിക്കാൻ നമ്മൾ തീരുമാനിച്ചു.
ഈ അടുത്ത് നടന്ന BKF-ൽ ബുഖാരി നോളജ് ഫെസ്റ്റിൽ ഫാറൂഖ് നഈം ഉസ്താദ് എന്ന അഭിവന്യ ഗുരുവിനോട് ചോദിച്ചു, എല്ലാ ദിവസവും മഹബ്ബ ടീറ്റ് എഴുതാറുണ്ടല്ലോ? ഉണ്ട്. 1000 ദിവസം പിന്നിട്ടല്ലോ? പിന്നിട്ടു. ഭാഷകൾ 5 ഉണ്ടല്ലോ? ഉണ്ട്. ഈ ശിഷ്യന്മാരെ കൊണ്ട് എഴുതിപ്പിക്കുന്നതാണോ? ഒരക്ഷരം പോലും ഒരു ശിഷ്യനെ കൊണ്ട് എഴുതിപ്പിക്കണില്ല, ഞാനും തന്നെ എഴുതണത് എന്ന് പറഞ്ഞാൽ 1000 ദിവസത്തിന് മേലെയായി നഈം ഉസ്താദിൻ്റെ തലയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലോചനകൾ കടന്നു പോകുന്നു. ഏറ്റവും കൂടുതൽ ഉസ്താദ് അതിനെ അവലംബിക്കാറുള്ള ഗ്രന്ഥം യൂസുഫ് സ്വാലിഹി ഷാമി റഹിമഹുള്ളയുടെ സുബുലുൽ ഹുദാ വർ റഷാദ് എന്ന കിതാബാണ്. എന്താണ് ആ കിതാബിൻ്റെ പ്രത്യേകത? 1000 കിതാബ് മുഴുവൻ നോക്കിയിട്ടാണ് സുബുലുൽ ഹുദാ വർ റഷാദ് എന്ന ഗ്രന്ഥം യൂസുഫ് സ്വാലിഹി ഷാമി തങ്ങൾ എഴുതി വെച്ചത്. അവർക്ക് റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോകുമ്പോൾ ധൈര്യമുണ്ട് കയ്യിൽ. നമുക്ക് എന്തുണ്ട്? ഒരു മങ്കൂസ് മൗലിദിൻ്റെ അർത്ഥമെങ്കിലും ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചാൽ അതിനൊരു രസമുണ്ട് പറയാൻ. തിരുവസന്തം 1500 എന്നൊക്കെ. ഇല്ലെങ്കിൽ അക്ഷരങ്ങളിൽ ഒതുങ്ങിപ്പോവും. യൂസുഫ് നബഹാനി റഹിമഹുള്ളയുടെ വസായിലുൽ വുസൂൽ ഇലാ ശമാഇലിർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബ് വ്യാഖ്യാനിച്ചുകൊണ്ട് മുൻതഹസ്സൂൽ എന്ന കിതാബ് എഴുതാൻ വേണ്ടി ആ മുസന്നിഫ് 25 കൊല്ലാണ് ആ ഒറ്റ കിതാബ് എഴുതാൻ വേണ്ടി പണിയെടുത്തത്. 25 കൊല്ലം. ആകെ ആ കിതാബ് 4 വള്ളിയേ ഉള്ളൂ. ദാറുൽ മിൻഹാജ് പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥമാണത്. അത് എഴുതി പൂർത്തിയാക്കാൻ 25 കൊല്ലം. 2500 കൊല്ലത്തിൻ്റെ കനമുണ്ട് ആ ഗ്രന്ഥത്തിൻ്റെ പേജുകളിൽ. നബിതങ്ങളെക്കുറിച്ച് ഗ്രന്ഥങ്ങളില്ലാതെ പോയിട്ടൊന്നുമില്ല. നബിതങ്ങളുടെ ചിരിയെക്കുറിച്ച് ഒരു കിതാബുണ്ട്, ലഹ്കുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ മുസന്നിഫിന് വേറൊരു കിതാബുണ്ട്, തബസ്സുമുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ പുഞ്ചിരിയും. മുത്തുനബി ചുണ്ട് പൂട്ടിയാൽ കിതാബ്, തുറന്നാൽ കിതാബ്. നബിതങ്ങളുടെ വാഹനത്തിൻ്റെ പിന്നിലിരുന്ന റദീഫുമാരെ കുറിച്ച് പറയാൻ 42 സ്വഹാബിമാരുണ്ട്. അങ്ങനെ അവരെ കുറിച്ച് പറയാൻ ഒരു കിതാബുണ്ട്. ആ കിതാബ് എഴുതാനുള്ള പ്രമേയം എന്താ? മുത്തുനബിയോട് ചേർന്ന് നിന്ന യാത്ര ചെയ്തവർ എന്നതാണ് അതിൻ്റെ പ്രമേയം. കണ്ടോ? നമ്മൾ പഠിക്കുന്നുണ്ടോ? ഒന്ന് പഠിക്കൂ കൂട്ടുകാരെ, പഠിക്കൂ. അറിയുമ്പോഴേ തങ്ങൾ ആരാണെന്ന് ബോധ്യമുള്ളൂ. ആ ഒരർത്ഥത്തിലാണ് ഇന്നത്തെ ക്ലാസ് ക്രമീകരിച്ചിട്ടുള്ളത്. 5 വിശേഷണങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്ന് തന്നെ പറഞ്ഞ് തീർക്കാൻ കഴിയില്ലെന്ന് നമുക്ക് ബോധ്യമുണ്ട്. ഔസാഫുഹു മാ യന്തഹി തഅദാദുഹ. കൗണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ എന്ന് പറയുന്നത്. എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് ആർക്കും അറിയില്ല. ചില മഹാന്മാർ കവികളായിട്ട് പോലും അവർ കവിതകൾ എഴുതാറില്ല മദ്ഹിൽ. എന്തുകൊണ്ട്? എന്തായാലും പൂർത്തിയാക്കാൻ കഴിയാത്തത് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു ആശ്ചര്യം. ചിലർ എഴുതുമ്പോൾ തന്നെ അവർ തോൽവി സമ്മതിച്ചിട്ട് പേന മുട്ടുമടക്കിയിട്ട് വെക്കും. എന്നിട്ട് അവർ പറയും ഔസാഫുഹുമായി എണ്ണി തീർക്കാൻ പറ്റുമെന്ന വിചാരത്തിൽ എഴുതിയതൊന്നുമല്ല, ബർക്കത്ത് മാത്രം ഉദ്ദേശിച്ചിട്ട് എഴുതിയതാണ്. ഫൽമദ്ഹു യക്സുറാൻ ബുലൂഉൽ മഖ്സദി. ലക്ഷ്യത്തിൽ എവിടെയും എത്തിയിട്ടില്ലെന്ന് ബോധ്യമുണ്ട്. കാരണം കാന ഖുൽഖുൽ ഖുർആൻ. ഖുർആനാണ് അവിടുത്തെ സ്വഭാവം. ലോകത്തെ മുഴുവൻ കടലിലെ വെള്ളം മഷിയാക്കിയിട്ട് ഈ മരക്കൊമ്പുകളെല്ലാം പേനയാക്കിയാലും ലനഫിദൽ ബഹ്റു. ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് കടൽ വറ്റിപ്പോകും. ഒരു കടലല്ല, കടലുകൾ വറ്റിപ്പോകും. അപ്പോൾ കാന ഖുൽഖുൽ ഖുർആൻ. അവിടുത്തെ സ്വഭാവത്തെ എഴുതിയാലും വറ്റിപ്പോകും, തോറ്റുപോകും. മുത്തുനബി ആരാണെന്ന് മനസ്സിലാവില്ല. സ്വഭാവത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക് കടന്നു വന്നാൽ ശരീര സൗന്ദര്യമാണോ കൂടുതൽ, അല്ല സ്വഭാവത്തിനാണോ ഭംഗി കൂടുതൽ എന്ന് നമ്മളിങ്ങനെ ആശ്ചര്യപ്പെട്ടു പോകും. 7 ആകാശത്തിൻ്റെ അപ്പുറത്ത് പോയിട്ട് അർശും ലൗഹും കുർസിയും കണ്ടിട്ട് വന്ന നേതാവ് വീട്ടിലെത്തിയിട്ട് ആയിഷ ബീവിക്ക് അടുക്കള പണിയിൽ ആടിനെ കറന്നു കൊടുക്കുക കുത്തിയിരുന്നിട്ട്. മെഹ്റാജിന്റെ രാത്രിയിൽ മസ്ജിദുൽ അഖ്സയിൽ 70 അമ്പിയാക്കൾ അഥവാ മൂസ നബി, ഈസ നബി, ഇബ്രാഹിം നബി അലൈഹിമുസ്സലാത്തു വസ്സലാം അവരടങ്ങുന്ന ഒരു സമൂഹത്തിന് ഇമാമത്ത് നിന്ന് ലോക രാജാവ് വീട്ടിലേക്ക് വന്നുള്ള യാത്രകളിലൊക്കെ സൊഫിയ ബീവി എന്ന ചെറിയ മഹദി, നീളം കുറഞ്ഞ മഹദിയാണ് സൊഫിയ ബീവി. ആ മഹദി കൊട്ടകത്തിൻ്റെ മേലെ കയറാൻ കഴിയാത്തതുകൊണ്ട് കാല് നീട്ടിയിട്ട് മടക്കി വെച്ചിട്ട് ഇത് ഇതിൻ്റെ സ്റ്റെപ്പ് ലാഡറാണ് അഥവാ കോണിപ്പടിയാണ്, കയറിക്കോളി എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ വാഹനത്തിലേക്ക് കയറ്റാൻ വേണ്ടി കാല് കോണിപ്പടിയാക്കി കൊടുത്ത ഒരു നേതാവ്. അള്ളാനെ കണ്ട നേതാവ് അടുക്കള പണിയിൽ പാത്രം കഴുകി കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വീട്ടിലേക്ക് കയറുമ്പോൾ മൊത്തം
കോട്ട് ഖാലിയുടെ മുദരിസിൻ്റെ പോസ്റ്റ് പ്രിൻസിപ്പളിൻ്റെ പോസ്റ്റ് കഴിച്ചു വെച്ച് പച്ച മനുഷ്യനായിട്ട് കവാഹിദി മിൻഹും അവരിൽ ഒരാളായി ജീവിച്ച നേതാവ്. അതുകൊണ്ടാണ് ഇഗ്നറൻ്റ് ആയ ആൾ, അപരിചിതരായ ആരെങ്കിലും നാട്ടിൽ നിന്ന് മദീനൻ്റെ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു നാട്ടുകാർ വന്നിട്ട് സ്വഹാബത്തിൻ്റെ കൂട്ടത്തോട് നോക്കിയിട്ട് അവർ ചോദിക്കുന്നത് മമ്മിങ്കും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഒരു നബിയില്ലേ? അവരാരാ? ആ ചോദ്യത്തിലുണ്ട് ആരാണ് നബി. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബി ഉണ്ട്, ആരാ? ജാടകളില്ല, പട്ടുമെത്തകളില്ല, ഈന്തപ്പനോലൻ്റെ മേലെ കടന്ന നബി, ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തും അടയാളങ്ങൾ വന്ന നബി. കുറേ രാജാക്കന്മാരെ കണ്ട് പേടിച്ച ഒരാൾ മക്കം ഫതഹിൻ്റെ അന്ന് വന്നിട്ട് നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ വിറക്കുമ്പോൾ എന്നെ കാണുമ്പോൾ പേടിക്കാനോ? ലസ്തു ബിമലിക്കിൻ, ഞാനൊരു രാജാവൊന്നുമില്ല, ഞാൻ ഉണക്കം റൊട്ടി തിന്നിട്ട് ജീവിച്ചൊരു പാവം ആമിന ബീവി എന്ന പെണ്ണിൻ്റെ മോനാ. എന്തിനാ എന്നെ കാണുമ്പോൾ പാടുന്നത്? എന്തിനാ പേടിക്കണത്? എങ്ങനെയാണ് നബി തങ്ങളൊന്ന് പരിചയപ്പെടലെന്നറിയോ? തങ്ങളെങ്ങനെയാ പരിചയപ്പെടുത്തുന്നറിയോ? എന്താ തങ്ങളെന്താ നിലത്തിരിക്കണത്? അജിലുസുഖമായി അജിലുസുൽ അബ്ദു, ഞാനൊരു അടിമ ഇരിക്കുന്ന പോലെ ഇരുന്നോളാം. തങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണത്? അജിലുസുഖമായി അജിലുസുൽ അബ്ദു, തങ്ങളെന്താ ഇങ്ങനെ തിന്നുന്നത്? ഒന്ന് മേലെ കയറി, വേണ്ട, ആ കുലുക്കമായി കുലുൽ അബ്ദു, ഒരടിമ തിന്നുന്ന പോലെ തിന്നോളാം. തങ്ങളൊന്ന് പരിചയപ്പെട്ടാൽ ഇന്നമാന അബ്ദുൽ, ഞാനൊരടിമയാണ്. ഒരു മലക്ക് വന്നിട്ട് ചോദിച്ചു, രാജാവാകുന്ന നബിയാകുന്നോ അല്ല അടിമയാകുന്ന നബിയാകുന്നോ? രണ്ടാമത്തെ മതി, അടിമയാകുന്ന നബിയാ മതി. എൻ്റെ തങ്ങൾക്ക് അതാണല്ലോ ഇഷ്ടം, അത് തന്നെയാണല്ലോ ഇഷ്ടം. അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്തെല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട ഗുണമാണ് പറയുക. സമ്മാനം കൊടുത്ത ഖുർആൻ കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹി, എൻ്റെ അടിമക്ക് ഞാൻ ഖുർആൻ കൊടുത്തു. ഖുർആൻ എൻ്റെ അടിമക്ക്, എൻ്റെ അടിമയെ ഞാൻ ഒരു യാത്ര ചെയ്യിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, എൻ്റെ അടിമയെ രാപ്രയാണം നടത്തി ഇസ്റാ. എന്നിട്ട് വൗഹ ഇല അബ്ദിഹി മൗഹ, എൻ്റെ അടിമക്ക് നിങ്ങൾ അറിയാത്ത പലതും ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ അടിമക്ക്. അതുകൊണ്ടാണ് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യൻ ആദ്യ നബി തങ്ങളെ പരിചയപ്പെട്ട് പറയുന്ന തന്നെ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുഹു അല്ല അബ്ദുഹു വ റസൂലുഹു. അബ്ദുഹു, ഞാനൊരടിമയാണ്, ഞാനൊരടിമയാണ്. പട്ടുമെത്തകളില്ല, പച്ചപ്പരവനാനികളില്ല, കവാഹിദി മിൻഹും, ഒരാളായി ജീവിക്കും. ആയിഷുമ്മാനോട് ഉർവത്ത് റളിയല്ലാഹുവിന് ചോദിക്കുന്നുണ്ട്, എങ്ങനെയായിരുന്നു മുത്തുനബി? പച്ച മനുഷ്യൻ, വേറെന്തു പറയാൻ. അടുക്കള പണിയിൽ സഹായിക്കും, പാത്രം കഴുകിത്തരും, ആടിനെ കറന്നു തരും, ചെരുപ്പ് ശരിയാക്കും. പിന്നെന്താ ആയിഷ ബീവി പറയാൻ ഒരുങ്ങിയ പോലെ? പിന്നെ ഞാൻ കുടിച്ച ആടിൻ്റെ പാലിൻ്റെ ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അത് എൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് ഞാൻ കുടിച്ച് ചുണ്ട് വച്ച ആ സ്ഥലത്ത് എന്നെ തങ്ങൾക്ക് ചുണ്ട് വെക്കണം. എൻ്റെ ഗ്ലാസ് ഇങ്ങനെ കറക്കും, എന്നിട്ട് ഞാൻ ചുണ്ട് വെച്ച അതേ സ്ഥലത്ത് നോക്കിയിട്ട് ചുണ്ട് വെച്ച് കുടിക്കും. ആയിഷുമ്മ കണ്ണ് നിറയും സ്നേഹം കൊണ്ട്. ഞാനൊരു മാംസം കടിച്ചാൽ അത് വാങ്ങും, എന്നിട്ട് എൻ്റെ 4 പല്ലിൻ്റെ സ്പേസ് എവിടെയാണോ അടയാളം അവിടെ വെച്ച് കടിക്കും. പിന്നൊന്നുണ്ട്, എന്താ? ഞാൻ എവിടെ ഇരുന്നാലും എന്നെ ചാരിയിരിക്കും. പച്ചയായ ജീവിതം കണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ഇതൊന്നും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റിയ ഒരു ഏരിയ അല്ല. ശരീരത്തിനാണോ സൗന്ദര്യം കൂടുതൽ? അല്ല. സ്വഭാവത്തിനാണോ ഭംഗി എന്ന് നമുക്ക് അറിയൂല. എന്നാലും 5 കാര്യങ്ങളിലേക്ക് പ്രവേശിച്ച് നമുക്ക് വിഷയം അവസാനിപ്പിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഗുണം, കാന അശദ്ദുന്നാസി ഹയാഅൻ, ഏറ്റവും കൂടുതൽ ലജ്ജ ഉള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, അൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ഈമാനുള്ളവർക്കേ ലജ്ജ ഉണ്ടാവുള്ളൂ. ലജ്ജ എന്ന പദത്തിന് നമ്മൾ പൊതുവിൽ അർത്ഥം വെക്കുന്നത് 3/4 ഇടരുത്, ബർമുട ഇടരുത്, അങ്ങനെയല്ല. അതൊരു ഷെയ്ഉം, അതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. ഹയാ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഉടനീളം ഉണ്ടാവേണ്ടതാണ്. വസ്ത്രം അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. വാക്കിൽ, പ്രവർത്തനത്തിൽ, ചിന്തയിൽ, ഇടപെടലുകളിലെല്ലാം ഹയാ ഉണ്ടാവണം. ഞാനെങ്ങനെ എൻ്റെ റബ്ബിനോട് ചെയ്യുക? അതെങ്ങനെ ചെയ്യുക? ഖൗഫിൻ്റെ, തഖ്വയുടെ അടുത്ത ഒരു പാർട്ടിൽ നിൽക്കുന്ന ഒരു ക്വാളിറ്റിയാണ് ഹയാ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ അള്ളാഹിനോട് എങ്ങനെ ചെയ്യുക റബ്ബേ? അല്ലാ, അതാണ് ഹയാ എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹയാ ഉള്ള ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷുമ്മ പറഞ്ഞല്ലോ, എൻ്റെ ഔറത്ത് തങ്ങളോ തങ്ങളുടെ ഔറത്ത് ഞാനോ കണ്ടിട്ടില്ല. ഇതിനെ വിശദീകരിച്ച് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ഹാദാ കമാലു ഹയാഇഹി,
നമ്മൾ തോറ്റുപോകുന്ന ഹയ ആണത്. ഭാര്യ ഭർത്താക്കന്മാരെ ഔറത്ത് കണ്ടിട്ടില്ലെന്ന് ലം യകുൻ ഫാഹിഷൻ വല മുത്തഫഹിഷൻ, അസഭ്യങ്ങൾ പറയൂല, നാവുണ്ട്, ഒന്നും പറയൂല. നിബിതങ്ങൾ എന്തിനാ ഒന്നിലധികം കല്യാണം കഴിച്ചത് തന്നെ? എന്താ? സ്ത്രീകൾ റിലേറ്റഡായ മസാലകൾ, അവരുടെ പീരീഡ് കാലത്തെ ബ്ലഡുകൾ, അതിനെക്കുറിച്ചൊക്കെ സ്വഹാബത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ എൻ്റെ ഹബീബിന് ഭയങ്കര ഹയാ ഉണ്ടല്ലോ അല്ലേ. ദീൻ പുറത്തെത്തും വേണം. ഇസ്ലാം സ്ത്രീകൾക്ക് മസാല ലോകാവസാനം വരെ വരുന്ന സ്ത്രീകൾക്ക് പഠിപ്പിച്ചു കൊടുക്കും വേണം. ഹബീബായ തങ്ങൾക്ക് നാവിലൂടെ അത് പറയാൻ ഒരു ഹയാ ഉണ്ട് താനും. അപ്പോഴാണ് വിവിധ അനുഭവങ്ങളുള്ള ഒന്നിലധികം ഭാര്യമാരെ തങ്ങളുടെ സ്വന്തക്കാരാക്കി മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഭാര്യനോട് കഴുകിയാൽ മതി, കോട്ടം വെച്ചാൽ മതി, അത്ര മതി, ഇത്ര മതി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒതുങ്ങും. ആണുങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഞാനെങ്ങനെയാണ് ക്ലാസ് എടുക്കുക? ഭാര്യമാർ അവരുടെ സഹോദരിമാരോടൊക്കെ പറഞ്ഞ് അവരവരുടെ ഭർത്താക്കന്മാരിലൂടെ ഷെയർ ചെയ്ത് ഇസ്ലാം ദീനിൻ്റെ ഇത്തരം മസലകൾ പുറത്ത് എത്തുകയും ചെയ്യും. തങ്ങൾ പറയൂല. താജുദ്ദീൻ സുബ്ക്കി തങ്ങൾ ഇതിൻ്റെ ഹിക്മത്ത് വിശദീകരിക്കുന്നുണ്ട്. ചിലർക്ക് നിക്കാഹിൻ്റെ ക്ലാസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അശ്ലീലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ അയാളുടെ തലമുറയിലോ അടുത്തൊരു ജനറേഷനിലോ വ്യഭിചരിക്കുന്ന ആരെങ്കിലും വരാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ നാവിന് നല്ല ഹയ ഉണ്ടാവണം. സൈനബ് റളിയല്ലാഹു അൻഹയായിട്ട് കല്യാണം കഴിഞ്ഞ് അതിൻ്റെ വലീമത്ത് കൊടുത്ത് തങ്ങൾ വീട്ടിലേക്ക് കയറാനിരിക്കുമ്പോൾ വലീമത്തിന് അഥവാ സദ്യക്ക് ക്ഷണിക്കപ്പെട്ട കുറച്ച് ആൾക്കാർ, 2-3 ആൾക്കാർ അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. തങ്ങൾ അവരോട് പോകാൻ പറയാൻ ഹയ, ഞാനെങ്ങനെ പറയാം, തിരിച്ചുപോയി. കുറേ സമയം കഴിഞ്ഞിട്ട് പിന്നെയും വന്നു. പിന്നെയും അവരവിടെ വന്ന് വർത്താനം പറയാം, തിരിച്ചു പോകും. പിന്നെയും വന്നു, പിന്നെയും സംസാരിക്കും. അപ്പോഴാണ് സൂറത്തുൽ അഹ്സാബിൻ്റെ ആയത്തിറങ്ങിയത്. ഒരു സദ്യക്ക് ഒരു മജ്ലിസിന് വന്നാൽ വേഗം പോകുന്നല്ലാതെ തങ്ങൾ ഹയാകൊണ്ടൊന്നും പറയൂല. കനലായ അഴ്ത്തസുൽ ഉരിയാനൻ കത്തു വലൗഫി ലൈലിൻ, രാത്രിയാണെങ്കിലും നഗ്നമായിട്ട് കുളിക്കൂല. അവിടെ നിന്ന് കുളിക്കൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് അതിൻ്റെ രാജാവ്. ഉസ്മാൻ റളിയല്ലാഹു കുളിക്കാൻ പോകുമ്പോൾ വലിയ ഡ്രസ്സ് ഇടും. എന്നിട്ട് ബാത്റൂമിൻ്റെ ഉള്ളിലെത്തിയാൽ തോർത്ത് അതിൻ്റെ ഉള്ളിലേക്ക്, അത് തോർത്ത് പോലത്തൊരു സാധനം ഉള്ളിലേക്ക് കൊടുത്തിട്ട് എന്നിട്ടേ ഡ്രസ്സ് അഴിക്കുള്ളൂ. നമ്മുടെ പുറം, നമ്മുടെ നെഞ്ച്, നമ്മുടെ പുറം അന്ന് ആരും കാണാനാവരുത്. ഔറത്താണോ അല്ലയോ എന്നുള്ളതല്ല മാനദണ്ഡം. അങ്ങനെയാണെങ്കിൽ പുരുഷന്മാരുടെ ഔറത്ത് മുട്ടുപൊക്കളിൻ്റെ ഇടയിലല്ലേ. അങ്ങനെ ഒരു തുണി കൊടുത്തിട്ട് നമുക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റുമോ? ഒരു ഹയാണ്. ആവശ്യ നിർവഹണത്തിന് അബഅദന്നാസ്, ദൂരെയാണ് പോകാറ് തങ്ങൾ. അബഅദന്നാസ്, ദൂരെ പോകും. അതെന്തിനാ? എന്തേലും പ്രശ്നം ഉണ്ടായിട്ടാണോ? അല്ല. അപ്പൊ 15 പൈപ്പുള്ള ഒലോടുക്കാനുള്ള സ്ഥലം. അപ്പൊ 1ാമത്തെ പൈപ്പിൽ നിന്ന് ഒരാൾ ഒലോടുക്കുമ്പോൾ ഹാന്നാക്കിയിട്ട് കഫൻ തുപ്പരുത്, 14 ആളും കാണും. ശരിയല്ല. മൂക്ക് പിഴിയരുത്. അത് 15ാം പൈപ്പിൽ വന്നിട്ട് ചെയ്താൽ മതി, ആരും കാണരുത്. ഹയാവാണ്. മഹബത്ത് എന്ന് പറഞ്ഞാൽ വേറെന്തെങ്കിലും കീശക്ക് ഫിറ്റാക്കലല്ല. കീശന്റെ വേക്കിൽ ഹൃദയത്തിൽ ചിലത് കൊളുത്തി വെക്കലാണ്. ഹയാ ഉണ്ടാവും. ആരാണ് ഈ ഹയാ ഒക്കെ തങ്ങൾക്ക് ഉണ്ടാക്കിയത്? കഫാക്ക റബ്ബുക ബിൽ കഫാക്ക റബ്ബുക അല്ലേ, റബ്ബുക്കൻ. ആരാണ് ഈ റബ്ബ് എന്ന് പറഞ്ഞാൽ? അദ്ദബനി റബ്ബി ഫഹ്സന തഅദീബി, എൻ്റെ എല്ലാം എനിക്ക് പഠിപ്പിച്ചെന്ന് എൻ്റെ അള്ളയാ. അത് അങ്ങനെ തന്നെയല്ലേ. ഖുർആനിൽ സ്ത്രീകളെ തൊട്ടാൽ ഒളുമുറിയും, ഒളുമുറിയുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഔലാമസ്തുനിസ, സ്ത്രീകളെ തൊട്ടാൽ ഒളുമുറിയും എന്ന് പറയുന്നിടത്ത് എൻ്റെ തൊട്ട് മുമ്പ് പറയണത് ടോയ്ലറ്റിൽ പോയിട്ട് വന്ന ഒളുമുറിയുന്ന. ടോയ്ലറ്റിൽ പോയിട്ട് വന്ന ഒളുമുറിയോ? നമ്മൾ മൂത്രമൊഴിക്കാനോ മറ്റോ ടോയ്ലറ്റിലേക്ക് പോയി, ഒഴിച്ചിട്ട് തിരിച്ചു വന്ന് ഒന്നു എടുത്തു. പിന്നെയാണ് ഓർമ്മ വരുന്നത് മൊബൈൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുക്കാൻ പോയ ഒളുമുറിയോ? ഇല്ലല്ലോ. പിന്നെ എന്തേ? ടോയ്ലറ്റിൽ സാധാരണ പോകാനും മൂത്രമൊഴിക്കാനും മറ്റൊക്കെയാണ് ആവശ്യ നിർവഹണത്തിന്. അത് ഖുർആൻ ഡയറക്റ്റ് പറയൂല. ടോയ്ലറ്റ് പോയാൽ ഒന്നും പറയും, അങ്ങനെ പറയുള്ളൂ. ഇത് ഖുർആനാണ്. ഇത് വേറെ ഏതെങ്കിലും ആംഗ്ലയൻ സാഹിത്യമല്ല, ഖുർആനാണ്. ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ടല്ലേ ഫിഖിന്റെ ഗ്രന്ഥത്തിൽ ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള മര്യാദ പറയുന്നിടത്ത് എന്താ പറയാ? ആദാബുൽ ഖലാ, ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള മര്യാദകൾ. ഖലായിന് ടോയ്ലറ്റ് എന്നർത്ഥം അല്ല, പിന്നെന്താ അർത്ഥം? ഒഴിഞ്ഞ സ്ഥലം എന്നർത്ഥം. അതെന്താ മൂത്രമൊഴിക്കണ സ്ഥലം മറ്റു സ്ഥലം ഒന്നും പറയാത്തത്? അത് കിതാബല്ലേ. ഇത് വല്ല ഷാഹിദം ബൈത്തുമല്ലല്ലോ, കിതാബല്ലേ. ആദാബുൽ ഖലാ അങ്ങനെ പറഞ്ഞിട്ടു. വലിയ ശുദ്ധിയുടെ കുളി ജീലാനി തങ്ങൾ കുളിക്കണത് ജീവിതത്തിൽ ഒരു വട്ടം പോലും ഒപ്പിയും കണ്ടിട്ടില്ല. അതൊക്കെ നേരത്തെ കുളിച്ചിട്ട് വരും. അതൊരു ഹയാണ്.
അൽ ഹയാഉ ശുഅബത്തുൻ. അതിനാണ് ഹയാ എന്ന് പറയുക. മഹബത്തുള്ളവർക്ക് തഹല്ലുക്ക് ഉണ്ടാവണം എന്നാണ് പറയണത്. ഒന്നാമത്തേതിലുണ്ടത്രേ, ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഇനിയും കുറേ സഞ്ചരിക്കാനുണ്ട്. ഇത് എത്ര പറഞ്ഞാലും തീർക്കാൻ പറ്റുക. ഹയാ എന്ന വാർത്തയിൽ നിന്ന് തന്നെ ഇനിയും മണിക്കൂറുകളോളം പറയാനുണ്ട്. 5 എണ്ണം പറയുമെന്നതിനോട് നീതി പുലർത്താൻ വേറെയുണ്ട്. വാടകയ്ക്ക് കണ്ടു, ഞാൻ എന്ത് ചെയ്യണം? ഹയാ എന്ന് പാർട്ട് നിങ്ങൾ നന്നായി പഠിക്കണം. വർത്തമാനത്തിൽ, ഇടപാടുകളിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ആ കാലത്ത് പലരും ഔറത്ത് ശരിയാവണ്ണം മറക്കാതെ കുളിക്കും, കുളത്തിലും മറ്റൊക്കെ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ശരിയാവണ്ണം ഔറത്ത് ഫുള്ളായിട്ട് മറക്കും. ആ കാരണം കൊണ്ടുകൂടിയാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വലിയ ഇമാമായതെന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഹയാ എന്ന് പറയുന്നത്. ഇല്ലം തസ്തഹി ഫസ്നഇ മാ ശിഅത. നിനക്ക് ഹയാ ഇല്ലെങ്കിൽ എന്തും ചെയ്യും, എന്തും പറയും, വർത്താനം പറയും, ടോക്കറ്റീവ് ആവും, എന്തും പറയും. എന്നിട്ട് പറയും എൻ്റെ മനസ്സിലൊന്നുമില്ല. മനസ്സിൽ മാത്രമല്ല, തലയിലും ഇല്ല. പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ എന്നും വാരി വലിച്ച് പറയാനുള്ളതല്ല മുഅ്മിനിൻ്റെ നാവ് എന്ന് പറയുന്നത്. കലിമത്തു ത്വയ്യിബത്താണ് മുഅ്മിനിൻ്റെ നാവിലൂടെ വരേണ്ടത്. അപ്പോഴാണ് ഇലൈഹി യസ്അദുൽ കലിം ത്വയ്യിബ്, ത്വയ്യിബായ കലിമത്തുകൾ നമുക്കുണ്ടാവണം. അല്ലാഹുവേ, എൻ്റെ സ്വഹാബത്തിൻ്റെ ഒരാളുടെയും കുറവ് എനിക്ക് കാണിച്ചു തരല്ലേ എന്നവിടുന്ന് ദ്വാരക്കുകയും ഫസ്തജാബല്ലാഹു ദഅവതഹു, അവിടുത്തെ ദുആയിന് അല്ലാഹു ഉത്തരം കൊടുക്കുകയും ചെയ്തു. ആരുടെയും കുറവ് വേണമെങ്കിൽ മുഅ്ജിസത്തിലൂടെ ഒക്കെ കാണിക്കാനൊക്കെ പറ്റും. കാണിക്കൂല, കാണിക്കല്ലേ എന്നാണ് അള്ളാഹുവിനോട് ദ്വാരുന്നത്. ആരുടെയും കുറവ് എനിക്ക് കാണിച്ചു തരല്ലേ. നിങ്ങളാരും നിങ്ങളുടെ കൂട്ടുകാരുടെ, ശിഷ്യന്മാരുടെ, അനുയായികളുടെ കുറവ് എനിക്ക് പറഞ്ഞു തരില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞെന്നാൽ അവർ വരുമ്പോൾ ആ കുറവ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരും. വേണ്ട 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 എന്ന് നബി തങ്ങളുടെ പൂതി അതാണ്, ആഗ്രഹം അതാണ്. അങ്ങനെ ഒരു കറാമത്തുണ്ടായിരുന്നു. വൊളോടുക്കുന്ന വെള്ളങ്ങൾ ഉറ്റുന്ന സമയത്ത് വൊളോടുക്കുന്ന വെള്ളത്തിലൂടെ ഒഴുകുന്ന തെറ്റുകുറ്റങ്ങൾ കാണാനുള്ള കഴിവ് കറാമത്തിൻ്റെ നാവിലോ കറാമത്തിൻ്റെ കണ്ണിലൂടെ അബൂ ഹനീഫ റളിയല്ലാഹു കൊടുത്തിരുന്നു. അബൂ ഹനീഫ തങ്ങൾ കേണ് താണ് അള്ളാഹിനോട് റിക്വസ്റ്റ് ചെയ്തു, വേണ്ട റബ്ബേ, അത് വേണ്ട വേണ്ട വേണ്ട. കാരണം മനുഷ്യന്മാരെ കാണുമ്പോൾ ആ തെറ്റ് എനിക്ക് ഓർമ്മ വരും, അവരാ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിൽ വരും. വേണ്ട വേണ്ട വേണ്ട. അതാണ് മുഅ്മിൻ. അൽ മുഅ്മിൻ ലിൽ മുഅ്മിൻ കൽ മിർആത്ത്. അതാണ് സംഭവം. അയാളെന്താ പള്ളിയിൽ നിന്ന് ഒഴിവായത്? അത് പല കാരണങ്ങളുണ്ട്, പിന്നീട് പറയാം. റബീഉൽ അവ്വൽ ഗീബത്ത് പറയേണ്ടതില്ല. അത് ഏതാ മഹബത്ത്, ഏതാ ഇഷ്ഖ്, അതിലെല്ലാം ഉണ്ടല്ലോ. ബ്രീഫ്ലി എക്സ്പ്ലനേഷൻ എന്നാണ് അതിന് പറയാം, വാർത്ത ചുരുക്കത്തിൽ. എല്ലാം ഉണ്ടല്ലോ അതിൽ. നമ്മുടെ മഹബത്തിനെ കുറച്ചുകൂടി മാറ്റുകൂടേണ്ടതുണ്ട്. തഹല്ലുക്ക് ഉണ്ടാവണം, വൃത്തി ഉണ്ടാവണം. ഒന്നാമത്തേത് പൂർത്തിയായിട്ടാണ് രണ്ടാമത്തേതിലേക്ക് പോയതെന്ന് ആരും അവകാശവാദം ഉന്നയിക്കരുത്. സമയത്തിൻ്റെ പരിമിതി മൂലം രണ്ടാമത്തേതിലേക്ക് പോവാണ്. കാന അർഫഖന്നാസ്. സോഫ്റ്റാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സോഫ്റ്റ്. 2 കാര്യങ്ങൾ അള്ളാഹു കൊടുത്താൽ അതിലേറ്റവും എളുപ്പമുള്ള ഐസറായ കാര്യമാണ് അള്ളാഹു തങ്ങൾക്ക് കൊടുത്തതിൽ നിന്ന് സെലക്ട് ചെയ്യുക. എല്ലാവരോടും സോഫ്റ്റ് നിലപാടാണ് തങ്ങൾക്ക്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 10 കൊല്ലം എന്ന് പറഞ്ഞാൽ 9+ ചില മാസങ്ങളാണ്. അതിനെ കൂട്ടി പറയാണ് 10 കൊല്ലം ഖിദ്മത്ത് എടുത്തിട്ട് ഇന്നേ വരെ എന്തിനാ അനസേ അത് ചെയ്തത്, എന്തുകൊണ്ടാണ് നീ അത് ചെയ്തത്, എന്തുകൊണ്ട് ചെയ്തില്ല, ആ ചോദ്യം എൻ്റെ അടുത്ത് ഉണ്ടാവാറില്ല. ഇന്നലെ എനിക്ക് പരിപാടി ഉണ്ടായിരുന്നത് കൂറത്തങ്ങളുടെ ഖാദിമായ ആള് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, 10-28 കൊല്ലം കൂടെ നടന്നിട്ട് എന്തിനാ ലത്തീഫ ഇത് ചെയ്തത് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. തഹല്ലുക്ക്. ഈ ഹദീസ് ഒന്ന് തർക്കീബ് വെച്ച് പോകാനുള്ളതല്ലല്ലോ, ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ളതാണ്. സോഫ്റ്റാണ് തങ്ങൾ. നടക്കുന്നത് ആരെങ്കിലും അറിയോ? ശബ്ദ കോലാഹലങ്ങളുണ്ടോ? വളരെ പതിയെ മാത്രമേ അവിടുന്ന് സംസാരിക്കാറുള്ളൂ. ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം അബ്ദുൽ ഫത്താഹ് അബൂ ഖുദ്ദക്ക് ഒരു ഗ്രന്ഥം തന്നെയുണ്ട്, മിൻ അദബിൽ ഇസ്ലാം എന്നാണ് കിതാബിൻ്റെ പേര്. ഇത് പഠിച്ചതുകൊണ്ടാണ് സ്വഹാബത്ത് സോഫ്റ്റ് ആയത്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെക്കാൾ ശബ്ദം ഉയർത്തരുതെന്ന ആയത്തിറങ്ങിയ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ സംസാരിക്കാറ് രഹസ്യം കൂട്ടുകാരനോട് പറയണ പോലെ ഇങ്ങനെ പറയാം.
കൂട്ടുകാരൻ തന്നെ ശ്രദ്ധിച്ചാലേ കേൾക്കുള്ളൂ. എന്നിട്ടല്ലേ സദസ്സുകൾക്കൽ ജഗപുകകൾ ഇല്ലേ ഇല്ല, ശബ്ദ കോലാഹലങ്ങളില്ല. സ്വഹാബത്ത് നബി തങ്ങളുടെ വാതിലെങ്ങനെയാണ് മുട്ടാറുള്ളതെന്നറിയോ? നഖം കൊണ്ട്, വിരൽ കൊണ്ടല്ല, നഖം കൊണ്ട് ഇങ്ങനെ മുട്ടി എന്ന് തങ്ങളോട് പറയും വേണം. കേട്ടിട്ട് തങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവാനും പാടില്ല. ഇതാണ് ഒരു അദബ്, റിഫ്ഖ്. ഇന്നല്ലാഹു യുഹിബ്ബു റിഫ്ഖ. അല്ലാഹുവിന് സോഫ്റ്റ് ആണ് ഇഷ്ടം. എല്ലാവരും പാടെ നരകത്തിലിടുന്ന പ്രഭാഷണങ്ങളൊക്കെ ഒന്ന് മതിയാക്കിയിട്ട് എല്ലാവരെയും പ്രതീക്ഷയുടെ ലോകത്തേക്ക് കൊണ്ടുവരിക. യസ്സിറ വലാ തുനഫിറ. ദാഇകളോടുള്ള അവിടുത്തെ അധ്യാപനം തന്നെ അതാണ്. നിങ്ങളാരെയും വെറുപ്പിക്കരുത്, എല്ലാവരോടും സ്വർഗ പ്രതീക്ഷകൾ കൊടുക്കും. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യരെങ്ങളൊക്കെ തോറ്റു തൊപ്പിയിട്ടു എന്ന് പറയുന്നതിന് പകരം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന ആയത്ത് അള്ളാഹ് പറഞ്ഞത് നമ്മളാരും തോൽക്കാതിരിക്കാനാണ്. തോൽക്കരുത് മക്കളെ, തോൽക്കരുത്. 4 ഗുണങ്ങൾ വാങ്ങിയിട്ട് സ്വർഗത്തിലേക്ക് എത്തണം. ഇല്ലല്ലദീന ആമനു എന്നർത്ഥം വെച്ച് പോയോക്കെ ഓഡിയൻസിനും ഒരു പ്രതീക്ഷ ഉണ്ടാകും, പ്രതീക്ഷ ഉണ്ടാകും. യസ്സിറ വലാ തുനഫിറ. നിങ്ങളുടെ പിന്നിൽ മഅ്മൂമികളുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് വലിയ വലിയ സൂറത്തുകൾ ഓതരുത്. ഫഇന്ന ഫീഹിം. ആ മഅ്മൂമിങ്ങളിൽ ഉണ്ടാകും അൽ മരീൽ. ആൻസർ മിംസിൽ ടോക്കൺ എടുത്തവരുണ്ടാകും. ബേബിയിലേക്ക് പോകാനുള്ളവരുണ്ടാകും. ഏനെ പോയില്ല അപ്പോയിൻമെൻ്റ് എടുത്തവരുണ്ടാകും. വൽ മുസാഫിർ. ഇൻ്റർസിറ്റിക്ക് ടിക്കറ്റ് എടുത്തവരുണ്ടാകും. വദൽ ഹാജ. ആവശ്യക്കാർ പലരും ഉണ്ടാവടോ. റവാഹുൽ ബുഖാരി എന്ന ഹദീസ് വായിക്കുന്നതിന് മുമ്പ് അതൊക്കെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് കാന അർഫഖന്നാസ്. നബിയെ തങ്ങളുടെ വലിയ സൂറത്തുകൾ കേൾക്കാനാണല്ലോ അങ്ങ് താഴ്വരയിൽ നിന്നൊക്കെ യാത്രകൾ ചെയ്ത് ഇങ്ങോട്ടേക്ക് നമ്മൾ വരുന്നത് എന്ന ചോദ്യത്തിന് തങ്ങളുടെ മറുപടി വലിയ സൂറത്ത് ഓതണം എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷെ ആരോ ഒരു കുട്ടിയെ പള്ളിയിൽ കൊണ്ടുവന്ന് ആ കുട്ടി കരയുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ നിസ്കാരം സോഫ്റ്റാക്കിയതാണ്. കണ്ടോ? ഓ, എന്താണ് ആ പള്ളി, എന്തൊരു സൗന്ദര്യമാണ് ആ പള്ളി. സോഫ്റ്റാണ്. തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കുന്നിടത്തുള്ള ഒരു സോഫ്റ്റ്നെസ്സിൻ്റെ സൗന്ദര്യത്ര. മുആവിയത്ത് ബിനുൽ ഹക്കം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന ഉടനെയുള്ള ഒരു കാലത്തെ അനുഭവം പറയുന്നുണ്ട്. എനിക്ക് അധികമൊന്നും മസലയൊന്നും പഠിച്ചു വരാത്ത ഒരു കാലം. നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിസ്കരിക്കുന്ന കാലം. അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അത്തസറജുലും മിനൽ ഖൗം. ആരോ ഒരാൾ തുമ്മി. ഫഹമിദല്ലാഹ. അള്ളാഹുവിനോട് അൽഹംദുലില്ലാ പറഞ്ഞു. പറയാം, നിസ്കാരമല്ലേ, പറയാം, സുന്നത്ത് കൂടിയാണ്. ഫാത്തിഹൻ്റെ ഇടയിലൊക്കെ പറഞ്ഞാൽ ഫാത്തിഹ റീസ്റ്റാർട്ട് ചെയ്യണം. ശരി, മസാലകൾ വിശദീകരിക്കാനില്ല. അപ്പം ഞാൻ അറിയാത്തതുകൊണ്ട് യർഹമുക്കല്ലാഹ് പറഞ്ഞു. ഫറമാനിൽ ഖൗമു. എല്ലാവരും പാടെ എന്നെ നോക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. യർഹമുക്കല്ലാഹ് പറഞ്ഞ നമസ്കാരം ബാത്തിലാവൂലേ എന്ന ഫീലിങ്. അപ്പം എല്ലാവരും പാടെ എന്നെ തുറിച്ചു നോക്കുന്ന പോലെ ഫീലിംഗ് ചെയ്തപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് അറിയാണ്ട് അങ്ങോട്ട് പറഞ്ഞുപോയി. എന്ത് പറഞ്ഞുപോയി? നിങ്ങളെന്താ എന്നെ എല്ലാവരും പാടെ നോക്കണത്? അങ്ങനെയും കൂടി പറഞ്ഞു. അറിയാത്തതുകൊണ്ടാണ്. അവർ തൊടൻ്റെ മേലെ കൈയടിച്ചിട്ട് എന്നെ നിശബ്ദമാക്കി. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു പൊട്ടിക്കൽ ഞാനും പ്രതീക്ഷിച്ചു. എന്നെ വിളിച്ചു. ആര്? ഫദാനി. എന്നെ വിളിച്ചു. ആര്? വിളിച്ചാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാന്നറിയാം? ബി അബി ഹുവ വ ഉമ്മി. എൻ്റെ ഉപ്പാനും ഉമ്മാനും വിറ്റാ പോലും കിട്ടാത്ത ഒരാളാണ് എന്നെ വിളിച്ചത്. എൻ്റെ ഉപ്പിയുമ്മയും പോലും ഇത്ര സ്നേഹം കാണിക്കൂല. എന്നെ വിളിച്ചു. വല റഅയ്തു. ഞാൻ കണ്ടിട്ടില്ല. അഹ്സന തഅലീമ മിൻഹു. അവിടത്തേക്കാൾ നല്ലൊരു മുഅല്ലിമിനെ ഞാൻ കണ്ടിട്ടില്ല. വല കഹറനി വല ശതമനി വല ലറബനി. എന്നെ അടിച്ചിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല, നോവിച്ചില്ല, വേദനിപ്പിച്ചില്ല, കുറ്റപ്പെടുത്തിയില്ല, ഒന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു, മോനോ നിസ്കാരല്ലേ, നിസ്കാരം എന്ന് പറഞ്ഞാൽ തസ്ബീഹ്, ഖുർആൻ, ദിക്ർ ഒക്കെയാണ് വേണ്ടത്. ഈ ഹദീസ് ആരാ അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഇതേ മുആവിയ തങ്ങൾ തന്നെ. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിന്. തങ്ങളങ്ങനെയാണ് എന്നോട് പെരുമാറിയത്. ഒരു ശിഷ്യന് മുദരിസിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റണം. കൻസുലുൽ ചിത്താരി ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഉസ്താദ് അവിചാരിതമായി അൽമക്കറിലെ പള്ളിയിൽ ജുമഅക്കെത്തി. പൊതുവിൽ അവിടെ ഉസ്താദ് സബക്കില്ലാത്ത ദിവസമായതുകൊണ്ട് ഉണ്ടാവാറില്ല. ഉസ്താദിനെ കണ്ടപാടെ സാധാരണ ഖുത്ബ ഓതുന്ന ഒരാൾ വേഗം അവിടുന്ന് പോയി. എന്നെക്കൊണ്ട് ഖുത്ബ ഓതാൻ ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് കഴിയില്ല. ഉസ്താദിൻ്റെ ഖാദിമ് പോയിട്ട് ഈ വിഷയം പറഞ്ഞപ്പോൾ, നീ ഖുത്ബ ഓതിക്കുക. ഉസ്താദ് എന്നെ കൊണ്ട് എങ്ങനെ ആവാം, സാധാ ഓതുന്നാക്കാൻ തന്നെ ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് ഓതാൻ പേടിയാകുമ്പോൾ ഞാൻ സാധാരണ ഓതാറ്. മോന് കിതാബ് എടുത്തിട്ട് വന്നു. കിതാബ് കൊണ്ടുവന്നു. ഓതിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ടുണ്ടല്ലോ, പിന്നെ ഇതിന് ബേജാറാവണത്. ഞാൻ ഓതലോത ഉസ്താദ് ഉണ്ടാകുമ്പോൾ മോനെ ഓതിക്കോ മോനെ, ഞാൻ എന്താക്കാനാ. അങ്ങനെ ഓതാൻ പള്ളിയിലേക്ക് കയറി. ഖത്തീബ് സലാം പറയുമ്പോൾ ചിത്താരി ഉസ്താദ് ഇല്ല പള്ളിയിൽ. അൽഹംദുലില്ലാ, ഏതായാലും ഓതാലോ.
ഓതി, നിസ്കാരം കഴിഞ്ഞ് ദുആവും കഴിഞ്ഞ് പ്രസംഗവും കഴിഞ്ഞ് ക്യാൻറ്റീനിലേക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് വിളി വരും, നിങ്ങളെ ദർ ഇസ് എ കോൾ ഫോർ, നിങ്ങളെ ചിത്താരി ഉസ്താദ് വിളിക്കുന്നുണ്ട്, കൻസുലുൽ മുസ്താദ് വിളിക്കുന്നുണ്ട്. തൊയ്യബത്ത നല്ല ഹുത്ബ അതിനല്ല, പിന്നെ എന്തിനാ പേടിക്കണത്? ദ്വാരന്ന് കൊടുത്തു. ആമീൻ. ഉസ്താദ് ഉണ്ടായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു. ഉസ്താദിനെ കണ്ടിട്ടില്ല. ഞാൻ ഈ അൽമക്കറിന്റെ പള്ളി അടുത്ത കാലം മുതൽ വന്നാൽ 1-ാം സഫിലാണ് നിൽക്കല്. ഇന്ന് ഞാൻ 1-ാം സഫിൽ നിന്നിട്ടില്ല. മക്കറിലെ പള്ളിയിലെ 3-ാം സഫിൻ്റെ ഭാഗത്തുള്ള വലിയ തൂണുണ്ട്, ആ തൂണിൻ്റെ വേക്കിൽ ഒളിച്ചിക്കുക ചെയ്തത്. സമസ്തൻ്റെ സെക്രട്ടറി ചുരുണ്ട് കൂടി ഒരു മുത്തഅല്ലിമിൻ്റെ വളർച്ച സ്വപ്നം കണ്ടിട്ട് അർഫഖന്നാസ്, അതിനാണ് പറയാ. തഹല്ലുക്കുള്ളവരാണ് ഇന്നലകളിൽ ജീവിച്ചവർ. അവർ തഹല്ലുക്ക് ജീവിതത്തിൽ കൊണ്ടുവന്നു. റവാഹുൽ ബുഖാരി എന്ന ഹദീസ് വായിച്ചിട്ട് അടുത്ത ഹദീസ് വായിക്കാൻ എളുപ്പമായിരിക്കും. ആ വായിക്കുന്നതിന് മുമ്പ് തഹല്ലുക്ക് അന തഹല്ലഖു ബി അഖ്ലാഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയാൽ നടക്കേണ്ടത് എങ്ങനെ, ബസ്സിലേക്ക് കയറുമ്പോൾ കയറേണ്ടത് എങ്ങനെ, എല്ലാം ഇതിലുണ്ട്. ഡോർ വാതില് റൂമിൻ്റെ അടക്കുമ്പോൾ മെല്ലെ അടക്കുക, അർഫഖന്നാസ്, ആ അധ്യാപനം കൊണ്ടുവരിക. കാറിൻ്റെ ഡോറാണെങ്കിലും മെല്ലെ അടക്കുക. ഒരാളുടെ വാതിൽ മുട്ടുമ്പോൾ മെല്ലെ മുട്ടുക. 1-ാമത്തെ മുട്ട് കഴിഞ്ഞിട്ട് 2-ാമത്തെ മുട്ടിന് മുമ്പ് 4 റക്അത്ത് നിസ്കാരത്തിൻ്റെ ചുരുങ്ങിയ ഗ്യാപ്പ് കൊടുക്കുക, അനങ്ങാതിരിക്കുക. എന്തിന്? 1-ാമത് മുട്ടിയ സമയത്ത് ഉമ്മ നിസ്കാരത്തിന് ജസ്റ്റ് കൈ കെട്ടിയിട്ടേ ഉണ്ടാവുള്ളൂ. 4 റക്അത്താണ് പൊതുവിൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ പരമാവധി എണ്ണം, അത് തീരട്ടെ. 2-ാമത് മുട്ടി, എന്നിട്ട് അടുത്ത മുട്ടിന് മുമ്പും ഈ ഗ്യാപ്പ് തന്നെ ആവർത്തിക്കുക. 3-ാമത് മുട്ടിയിട്ടും അവർ തുറക്കണില്ലെങ്കിൽ തിരിച്ചു പോകുക. ഒരു വീട്ടിൽ നമ്മളെത്തിയാൽ വീട്ടുകാരൻ പറഞ്ഞു ഇവിടെ ഇരിക്കുക, വേണ്ട എന്നല്ല, അവിടെ ഇരുന്നോളണം. മുളീഫ് പറഞ്ഞെടുത്ത് ലൈഫ് ഇരിക്കണം, അവിടെ ഇരിക്കണം. ഇരുന്നാൽ പ്രവേശനാനുമതി കിട്ടിയെടുത്തുനിന്ന് പിന്നെ അവിടെ ഇവിടെ നോക്കരുത്. കിച്ചൻ്റെ ഭാഗത്ത് നോക്കരുത്, റൂമിലേക്ക് നോക്കരുത്, പത്രക്കെട്ട് വലിച്ചെടുക്കരുത്, കുത്തുബഹാനിൻ്റെ ഡോറ് തുറക്കരുത്, കിതാബുകളൊന്നും വരുതരുത്. കാരണം അവരുടെ പെർമിഷൻ പ്രവേശനാനുമതി മാത്രമാണ്, വേറൊന്നിനും ചെയ്യരുത്. അർഫഖന്നാസ്, സോഫ്റ്റ് ആവണം. ഇരുത്തം, നടത്തം, കടത്തം, എല്ലാത്തിലും. വാതിൽ മുട്ടിയ ആളോട് തങ്ങൾ ചോദിച്ചല്ലോ, ആരാണ്? അന. എന്തിനാണ്? എന്താന? അങ്ങനെയാണോ പറയേണ്ടത്? ഫകഅന്നഹു കരിഹ, തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പോലെ പേര് പറയും. മനസ്സിലായിട്ടില്ല, എന്നാലും മനസ്സിലായിട്ടില്ലല്ലേ ഇത്ര പരിചയക്കാരനായിട്ടും? അങ്ങനല്ല, ആൾക്കാരുടെ സമയം കളയരുത്. ഒരു സ്വഹാബിയുടെ ചെരുപ്പ് വേറൊരാൾ ഒളിപ്പിച്ചു, തമാശക്ക് തങ്ങൾ ഇടപെട്ടു. ചെയ്യരുത്. മുസ്ലിമിനെ വേദനിപ്പിക്കരുത്. ഒരാളുടെ കുറവും പറയരുത്. ഒരാളുടെ കുറവ് നമ്മൾ അറിഞ്ഞാൽ മരണം വരെ ഒരു മനുഷ്യനോട് പറയാതിരിക്കുക. ഒരാണും പെണ്ണും കൂടി വ്യഭിചരിക്കുന്ന ഞാനെങ്ങാനും കണ്ടുപോയാൽ ആര് പറയുന്നു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തു പറയുന്നു? ലൗ റഅയ്തു സാനിയൻ, ഒരാണും പെണ്ണും കൂടി വ്യഭിചരിക്കുന്ന ഞാൻ കണ്ടുപോയാൽ ലസതർതുഹു ബിസൗബി, ഞാൻ എൻ്റെ വസ്ത്രം ഇട്ടിട്ട് അവരെ മറച്ചു വെക്കും, ഹൈഡ് ചെയ്യും. എന്തിന്? ഞാനേതായാലും കണ്ടു, ആരും കാണണ്ട. എന്തേ കാരണം? ഇബ്നു ഹജർ തങ്ങളുടെ തലത്തുഫിലുണ്ട് ഈ ഒരു ഇബാറത്ത്. ഇതിന് ഇബ്നു അല്ലാൻ തങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനമുണ്ട്. തഖല്ലുകം ബി അഖ്ലാഖില്ലാ, തഖല്ലുകം ബി അഖ്ലാഖില്ലാ. അള്ളാഹിൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അല്ലാരുടെയും തെറ്റും പറയാറില്ല. യാ സത്താർ അൽ മസാവി എന്ന അശറക ബൈത്തിൻ്റെ ലാസ്റ്റ് ദുആ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കണം, അള്ളാഹു എൻ്റെ തെറ്റ് മറച്ചു വെക്കണേ എന്നതുകൂടി ആ വിളിയുടെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ എത്ര ആളുടെ തെറ്റുകൾ, കുറവുകൾ പറഞ്ഞിട്ടുണ്ട്. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ മിർആത്ത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മാത്രം ഗംഭീര വിശദീകരണമുണ്ട് ഇമാം ഷഅറാനി റഹിമഹുല്ലാഹ്. തതഹുറുൽ ജിസ്മി വൽ ഫുആദ് മിൻ സൂഇൽ ലന്നി ബി അഹദിൻ മിനൽ ഇബാദ് എന്നാണ് കിതാബിൻ്റെ പേര്. അതിന് മാത്രം കിതാബുണ്ട് സ്വതന്ത്രമായിട്ട്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് കണ്ണാടി പോലെയാണ് എന്ന് പറഞ്ഞാൽ അതിന് 100 കൂട്ടം അർത്ഥങ്ങളുണ്ട്. അല്ലെങ്കിലും 100 കൂട്ടം അർത്ഥമൊന്നും ഇല്ലെങ്കിൽ റസൂൽ എന്തിനാ പറയണത്? ഉഅ്തീതു ജവാമി അൽ കലീം. ഒറ്റ അർത്ഥമാണെങ്കിൽ പിന്നെ പത്രഭാഷയായി പോലെ. തങ്ങളുടെ വാക്കുകൾക്ക് ആയിരക്കണക്കിന് ആശയങ്ങൾ ഉണ്ടാവുമ്പോഴല്ലേ, അർത്ഥത്തെ ഗർഭം ധരിക്കുമ്പോഴല്ലേ, ആശയത്തിൻ്റെ ഒരു വലിയ ലോകം സൃഷ്ടിക്കുമ്പോഴല്ലേ ഹദീസാവുന്നത്. ഒരർത്ഥം അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ മിർആത്ത്, ഒരു മുഅ്മിന് മറ്റൊരു മുഅ്മിൻ കണ്ണാടി പോലെ ഒരർത്ഥം.
കണ്യാണ്ടയുടെ മുന്നിൽ നമ്മൾ പോയി നിന്നാൽ നമ്മുടെ കുറവുകൾ പറഞ്ഞു തരും. ബിസ്ക്കറ്റ് എങ്ങാനും തിന്നിട്ട് വായ ശരിക്ക് കഴിയില്ലേ, ചുണ്ടിന് പൊടിയുണ്ടല്ലോ, ഓ ശരി, തടി മീശയൊക്കെ ഒന്ന് ശരിയാക്കാണ്ടുണ്ട് കേട്ടോ. നെഗറ്റീവാണ് ഇതുവരെ പറഞ്ഞത്. കുറച്ച് മൊഞ്ചു കൂടിയ പോലെ ഉണ്ടല്ലോ, പോസിറ്റീവ്. തീർന്നു, നമ്മൾ പോന്നു. അടുത്ത ആൾ വന്നു, അടുത്തൊരു അബ്ദുറഹ്മാൻ വന്നു. അയാളോടും പോസിറ്റീവ് നെഗറ്റീവ് അയാളുടേത് മാത്രം, വേറെ ആരും പറയില്ല. കഴിഞ്ഞൊരു ഖത്തീബ് ഉണ്ടായിനെ എന്ന കമ്മിറ്റിയുടെ ഡയലോഗ് കണ്ണാടി പറയൂല. അൽ മുഅ്മിനു കൽ മുഅ്മിനി കൽ മിർആത്ത്, കണ്ണാടി. രണ്ടാമത്തെ അർത്ഥം അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ മിർആത്ത്, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് കണ്ണാടി പോലെയാണ്. എന്ന് പറഞ്ഞാൽ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചിത്രമാണ് കാണാറുള്ളത് എന്ന പോലെ ഒരു മുഅ്മിനെ കാണുമ്പോൾ നമുക്കെന്തെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡിങ്, തെറ്റുധാരണ ഉണ്ടെങ്കിൽ നമ്മളിൽ ഉള്ള രോഗമാണ് ആ കണ്ണാടിയിലൂടെ നമ്മൾ കാണുന്നത്. നമ്മുടെ ഹൃദയം മോശമായതുകൊണ്ടാണ് അയാൾ സ്റ്റേജിൻ്റെ ആളാണ്, അയാൾ ഉസ്താദിൻ്റെ മുമ്പിൽ വലിയ ആളാകുന്ന ആളാണ്, എനിക്ക് പിന്നെ ഒരാളെ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ന നമ്മൾ തസ്കിയത്തുൻ നഫ്സ് തോന്നുന്നത് അക്കണ്ണാടിയിലൂടെ നമ്മുടെ രോഗമാണ് നമ്മൾ കാണുന്നതെന്ന് അബ്ദുൽ വഹാബ് ഷഅറാനി റഹിമഹുല്ലാഹ് പറയുന്നു. അർത്ഥം 2. 3. ഇത് പറഞ്ഞാൽ നമുക്ക് ഈ ഹദീസ് ക്ലാസ്സിൽ ഒതുങ്ങിപ്പോവും. ഞാൻ ഒറിജിനലി 3ലേക്ക് തിരിച്ചു പോകാം. തൽക്കാലം വെയിൻ്റപ്പ് ചെയ്യുന്നു, പൂർത്തിയായിട്ടൊന്നുമില്ല. കാന അർഫഖന്നാസ് എന്നുള്ളതാണ് രണ്ടാമത്തത്. സോഫ്റ്റ് ആവുക, സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ. മാ ലറബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅതൻ ഖത്തു, ഒരു പെണ്ണിനെ അടിച്ചിട്ടില്ല. വല ഖാദിമൻ, ഒരു ഖാദിമിനെ. എന്നെങ്കിലും ഭാര്യയെ നമ്മൾ അടിച്ചാൽ ഇനി മദീനയിൽ പോയാലും ആ സർട്ടിഫിക്കറ്റ് കിട്ടൂല. വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും, അത് കിട്ടൂല. അത് കിട്ടൂല. 3. കാന അഖന അന്നാസ്. അല്ലാഹ്, ഇതെങ്ങനെ പറയും? കാന അഖന അന്നാസ്. നബിതങ്ങൾ അഖന അന്നാസാണ് എന്ന് പറഞ്ഞാൽ ഖനാഅത്തുള്ള ആളാണ്, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന, സുഹദിൻ്റെ ലോകത്തേക്ക് പറക്കുന്നയാൾ, ഹിർസിൻ്റെ ലോകം ഇല്ലാത്തയാൾ. പൊതുവിൽ മനുഷ്യർ സമ്പത്തിനോട്, ദുനിയാവിനോട്, സ്ഥാനത്തോട്, ഇത് പൂരകങ്ങളാണ്. ഹുബ്ബുദ്ദുനിയ എന്ന് പറഞ്ഞാൽ റഅ്സു കുല്ലി ഖതീഅ, എല്ലാ തെറ്റിൻ്റെയും അടിസ്ഥാനം ദുനിയാവിനോടുള്ള പ്രേമമാണ്. ദുനിയാവിനോടുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ്. ഒന്ന് ഹുബ്ബുൽ മാൽ, 2 ഹുബ്ബുൽ ജാഹ്. സ്ഥാനമോഹം, പണത്തോടുള്ള മോഹം. പണത്തോടുള്ള മോഹം ഒരു കാലം കഴിഞ്ഞാൽ സ്റ്റോപ്പാവും. സ്ഥാനമോഹമാണ് പിന്നീട് വർക്കൗട്ട് ചെയ്യുക. സ്ഥാനമോഹം, പണത്തോടുള്ള മോഹം ഒരു കാലം കഴിഞ്ഞാൽ സ്റ്റോപ്പാവും. അതുകൊണ്ടാണ് സെലിബ്രിറ്റി ആയ ആൾക്കാരൊക്കെ പിന്നീട് MLA MP സീറ്റ് കിട്ടാനാ നോക്കുക. കാരണം പണം യഥേഷ്ടം കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി വേണ്ടത് സ്റ്റേജ്, മൊമെൻറ്റോ, ഷാൾ. അങ്ങനെയാണ് പുതിയ കാലം. വെസ്റ്റേൺ സൈക്കോളജിയുടെ കാലമാണ്. സ്ഥാനത്തെ കൂടുതൽ അലങ്കരിച്ചു കൊടുക്കുന്ന കാലം. ഞാൻ തന്നെ ഈ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ എനിക്ക് കൊണ്ടുവച്ച വെള്ളത്തിൻ്റെ ഗ്ലാസ് താഴേക്ക് വീണ് ഞാൻ തന്നെ പ്രസംഗത്തിൻ്റെ ഇടയിൽ താഴേക്ക് ഇറങ്ങി ആ വെള്ളത്തിൻ്റെ ഗ്ലാസ് എടുത്ത് ഇവിടെ വെച്ചാൽ യൂട്യൂബിലും വൈറലാകും, നിങ്ങളുടെ ഇടയിലും ഞാൻ എഴുന്നേൽക്കുമ്പോഴേക്കും ഒരു ഷാള് റെഡി ആയിട്ടുണ്ടാവും. താഴ്മയുടെ മകുടോദാഹരണമാരായ ഉസ്താദിന് കമ്മിറ്റി ആദരിക്കുന്നു. ഇതാണ് പുതിയ കാലം എന്ന് പറയുന്നത്. നമ്മൾ ആരെയും മോശാക്കരുത്. മദ്ഹ് ചെയ്യുന്നവരുടെ മുഖത്തേക്ക് മണ്ണ് വാരിയിടണേ എന്ന ഹദീസ് വെറുതെ പറഞ്ഞു പോകാനുള്ളതല്ല. ആരെയും കേടുവരുത്തരുത്. സംഘടനയുടെ മുകളിൽ വ്യക്തിയെ പറക്കാൻ അനുവദിക്കരുത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിഷയം അതല്ലാത്തതുകൊണ്ട് തിരിച്ചു വരും. കന അഖന അന്നാസ്, ഖനാഅത്തുണ്ടാവണം. ഖനാഅത്ത് ഉണ്ടാവണം. എന്താണ് ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ? ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാം. മനുഷ്യർക്ക് പൊതുവെ 3 നിലപാടാണ് ഉണ്ടാവുക. 3-1. ഫസ്റ്റ് A+ ഗ്രേഡ് ഉള്ളത് സുഹദിനാണ്, ഉള്ളത് തന്നെ വേണ്ട. രണ്ടാമത്തേത് മിഡിലായിട്ടുള്ളതാണ്, A ഗ്രേഡ്. അതെന്താ? ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കും. ലാസ്റ്റ് തോറ്റു തൊപ്പിയിട്ട ടീമാണ് ഹിർസ്, അലച്ച, ഉള്ളത് പോരാ, ഇനിയും വേണം ഫുഡ്, ഇനിയും വേണം. മന്തി, ചപ്പാത്തി, നൂൽപുട്ട്, സാദാ ബിരിയാണി, പത്തൽ, ഇതൊക്കെ തിന്നു കഴിഞ്ഞിട്ട് പിന്നെയും ചോദിക്കും പുഡിങ് ഇല്ലേന്ന്.
ഇതൊരു നാടൻ അലച്ചയാണെങ്കിൽ ഫോറിൻ അലച്ചയിലേക്കും നമുക്ക് പോകാം. ഉപ്പ ഗൾഫിൽ നിന്ന് വന്നു, കൊണ്ടുവന്നു പലതും. ഒരു ഫോൺ കാണുന്നുണ്ട്, ഐഫോണാണ് നമുക്ക് വേണ്ട. അത് കാരണം നമ്മുടെ പുതിയ ഫോണ് റിലീസാക്കിയിട്ട് ഒരാഴ്ച തികയുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഫോണിൽ വലിയ ആഗ്രഹമൊന്നുമില്ല. കുറച്ച് സ്വീറ്റ്സൊക്കെ കിട്ടി, നമ്മൾ നെറ്റ്സുമായിട്ട് ക്യാഷിനിട്ടായിട്ട് പോന്നു. പിറ്റേന്ന് രാവിലെ ആ ഫോണ് അതിൻ്റെ ബോക്സോട് കൂടി കണ്ടപ്പോൾ ഉമ്മനോട് ചോദിച്ചു, ഇതാരതാ? അറിയില്ല മോനെ. ഉപ്പ അതാ വരുന്ന ചോദിച്ചു നോക്കും. ഉപ്പാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ്, അത് എൻ്റെ അറബി ബോസ് ഷെയ്ഖ് റാഷിദ് ഞാൻ റിട്ടയർഡ് ആയിട്ട് പോകുമ്പോൾ 40 കൊല്ലം നീ ഇവിടെ നിന്നല്ലേ അബുദാബിയിൽ, എനിക്കൊരു ഹദിയ എന്നിട്ട് തന്നതാണ്. എത്രയോ 1 ലക്ഷത്തിന് മേലെയായിട്ട് ഇന്ത്യൻ രൂപ വരുന്നുണ്ട് എന്ന് ആരോ പറയുന്നുണ്ടായി. എനിക്കിങ്ങോട്ട് ഐഫോണും കൊയ്ഫോണൊന്നും വേണ്ട, എനിക്ക് 4 മക്കളുണ്ടല്ലോ, ആരെങ്കിലും എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് ഉപ്പ പറയലോടുകൂടി നമ്മുടെ അലച്ചിയുടെ വണ്ടി കിക്കർ ചവിട്ടിയിട്ട് സ്റ്റാർട്ടാക്കും. ആർക്കും വേണ്ടെങ്കിൽ പിന്നെ തൃപ്തിപ്പെട്ട് തന്നാൽ വാങ്ങാം എന്നാണല്ലോ അല്ല. അതാണ് ഫോറിൻ അലച്ച എന്ന് പറയുന്നത്. ഇതെന്നാണോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് അന്നേ ഹുബ്ബ് വരുള്ളൂ. ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിന് കുറേ അടയാളങ്ങളുണ്ട്. അതിലെ ഏറ്റവും വലിയ അടയാളം ഏതാണെന്നറിയോ? ദുനിയാവിനോടുള്ള ഹുബ്ബ് ഹൃദയത്തിൽ നിന്ന് പോക്ക. അടയാളങ്ങളില്ലാത്ത കാലത്തോളം നമുക്ക് പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റൂല. രാഷ്ട്രീയക്കാർ പ്രകടന പത്രിക തയ്യാറാക്കുമ്പോൾ പറയും, എന്നെ ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് പാലം തരും, ആംബുലൻസ് തരും, റോഡ് തരും, മറ്റൊക്കെ. നബി തങ്ങളുടെ പ്രകടന പത്രിക ഗംഭീരമായിട്ടുണ്ട്. എന്താണ് പറയുന്നത് വെച്ചാൽ, എൻ്റെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവും, വിഷമുണ്ടാവും, ഉറക്കൊഴിഞ്ഞ് ബാത്ത് ചെയ്യേണ്ടി വരും, കുറേ ഒന്നും കിട്ടൂല, സമ്പത്തൊക്കെ സ്വതക്കി അങ്ങനെ പോകും. കണ്ടോ? അതാണ് സംഭവം. ഫാത്തിമ ഉമ്മക്ക് എന്താ കൊടുത്തത്? ഫാത്തിമ ഉമ്മ മോള് കൈ കാണിച്ചു കൊടുത്തിട്ട് ഉപ്പാനോട് പറഞ്ഞല്ലോ, ഉപ്പ നോക്കി എൻ്റെ കൈ, അടുക്കള പണിയെടുത്തിട്ടുള്ള കൈ പൊട്ടി. ഒരു ഖാദിം ഉണ്ടല്ലോ, ഇല്ലായിട്ടല്ലെന്നല്ലോ, ഉണ്ടല്ലോ. ഒരാളെ എൻ്റെ വീട്ടിലേക്ക് ഹദ്ദാമിനെ സർവൻറ്റിനെ അസൈൻ ചെയ്ത് തരാമോ? ഫാത്തിക്കുട്ടി എന്താ കൊടുത്തത്? ഉറങ്ങാൻ നേരത്ത് 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് 34 അല്ലാഹു ആദ്യമോളെ ഫാത്തിമയാണ്. ഈ ഹദീസ് എടുത്ത് തരുമ്പോൾ ഞാൻ എൻ്റെ ഉസ്താദിനോട് ചോദിച്ചിരുന്നു, എന്താ ഫാത്തിമ ബീവി കൊടുക്കാത്തത്? ഉണ്ടല്ലോ. അത് എന്ന് പറഞ്ഞ മോനെ, ഫാത്തിമ ബീവി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സ്ത്രീകളുടെ സയ്യിദത്തു നിസായി അഹ്ലിൽ ജന്ന അധ്യക്ഷത വഹിക്കേണ്ട ആൾക്കാരാണ്. അവരിങ്ങനെ കുറേ ഹാൻഡ് ബാഗ് അധികമാണ്, ലഗേജ് അധികം എന്നിട്ട് ബോർഡിംഗ് പാസ് കിട്ടാണ്ട് മത്സരയിൽ കുടുങ്ങിയാലേ ലേറ്റാവും. പാവങ്ങൾ നേരെ ഈ ഗേറ്റിലൂടെ അങ്ങോട്ട് പോകും. എന്നിട്ട് അവർ സ്വർഗത്തിലെത്തിയിട്ട് അധ്യക്ഷത വഹിക്കേണ്ട ആൾ ലേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് മോശമല്ലേ? അയ്യയ്യേ, മോശമല്ലേ? അപ്പോഴാണ് ഹാജിയാരുടെ ഡയലോഗ്, ഞാൻ ഒരു കഷ്ടപ്പാടും എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടുള്ള ഉസ്താദേ. ഓരോരാൾക്കും ഷോപ്പും എഴുതി കൊടുത്തിട്ടുണ്ട്, വണ്ടിയും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്ന്. ഗസാലി ഇമാം ഇഹ്യയിൽ പറഞ്ഞു, മക്കൾ നന്നാവണമെന്നുണ്ടെങ്കിൽ മുന്തി ഇനം ഡ്രസ്സും മുന്തി ഇനം ഭക്ഷണവും കൊടുത്ത് പഠിപ്പിക്കരുത്. കുട്ടികളെ സുഹൃദ് പഠിപ്പിക്കണം, ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ കഷ്ടപ്പെട്ട ഒരു കഷ്ടപ്പാടും പിള്ളേർ പഠിക്കണ്ട എന്നല്ല, കുട്ടികൾക്കും ജീവിതം പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പം എൻ്റെ വിഷയം പാരൻറ്റിങ് അല്ല എന്നതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ഖനാഅത്തോടെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കണം. നിങ്ങൾ നോക്കൂ, ഖസീദത്തുൽ ബുർദ പറയുന്നുണ്ടല്ലോ, വശദ്ദ മിൻ സഖബിൻ, വിശപ്പ് കൊണ്ട്, മിൻ ജൂഇൻ, വിശപ്പ് കൊണ്ട് കല്ല് വെച്ച് കെട്ടിയിരുന്നു. ഈ കല്ല് കെട്ടൽ എന്ന് പറയുന്നത് നടക്കുമ്പോൾ നിൽക്കുമ്പോൾ ആണ്. കൂടിപ്പോയാൽ വേണമെങ്കിൽ ഇരിക്കുമ്പോഴും. കിടക്കുമ്പോൾ കെട്ടാൻ പറ്റില്ല. കിടക്കുമ്പോൾ കെട്ടിയാൽ ആ കല്ലിൻ്റെ ഭാരം കൂടി നമ്മൾ സഹിക്കേണ്ടി വരും. നിൽക്കുമ്പോൾ കല്ല് കെട്ടുന്നതിൻ്റെ കാരണം ഒന്ന് നിവർന്ന് നിൽക്കാൻ വേണ്ടി, താഴേക്ക് പോയ വയറൊന്ന് നിവർത്ത് നിർത്താൻ വേണ്ടിയുള്ള ഒരു കനം കിട്ടിയാലല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യന് ഒരു കനം ഉണ്ടാവണ്ടേ, എന്നാലും നിൽക്കാനും നടക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ഒരു സാധനം വലിച്ചു കെട്ടിയാൽ സ്വാഭാവികമായിട്ട് ചെറിയൊരു തണുപ്പ് കിട്ടും. തലവേദന വന്ന സ്ത്രീകളൊക്കെ അവരുടെ തട്ടം ചുരുട്ടിയിട്ട് ഇങ്ങനെ വലിച്ചു കെട്ടുന്നത് അതൊരു ഡോളോ പാരസെറ്റമോളായിട്ടല്ല, അതിങ്ങനെ ചുരുട്ടി കിട്ടുമ്പോൾ ഒരു ചെറിയൊരു ആശ്വാസമാണ്. പല്ലുവേദന എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പിടിക്കണ പോലെ. അതാണ് സംഭവം. ആ കല്ല് വെട്ടിയിരിക്കുന്ന തങ്ങളെക്കുറിച്ച് ബുർദ പാടുന്ന ആർക്കെങ്കിലും സംശയം തോന്നിയാൽ ഇതെന്താണ് കാര്യമായിട്ട് നബി തങ്ങളുടെ മദ്ഹ് എന്ന അധ്യായത്തിൽ കൊണ്ടുവന്നേക്കണത്? വിശപ്പ് അനുഭവിച്ചാൽ പിന്നെ ഗസ്സക്കാരിങ്ങനെ തന്നെയല്ലേ ചെയ്യണത്? ഇത് വല്ല കാര്യമാണോ? വിശപ്പ് അനുഭവിച്ച കല്ല് കെട്ടൽ തന്നെയല്ലേ അതിൻ്റെ പരിഹാരം? വേറെന്ത് ചെയ്യാനാ? ഇത് മദ്ഹാണോ?
അങ്ങനെ ഒരു മുഖദ്ദറായ സുആലിന്റെ സാധ്യത ഉണ്ട് അവിടെ, ഒരു സാങ്കല്പിക ചോദ്യത്തിന്റെ സാധ്യത ഉണ്ട് അവിടെ. ആ സാധ്യതയെ മണത്തറിഞ്ഞിട്ടാണ് ആലിമായ ഇമാം ബൂസൂരി തങ്ങൾ അടുത്ത വരിക്ക് മറുപടി കൊടുക്കുന്നത്. വറാവദത്തുഹുൽ ജിബാലു ഷുമ്മു മിൻ ദഹബിൻ, ജബൽ അബി കുബൈസ് അടക്കമുള്ള 5 പർവ്വതങ്ങൾ തങ്ങളോട് വന്നിട്ട് ചോദിച്ചു, മിൻ ദഹബിൻ, നബിയെ സമ്മതാണെങ്കിൽ നമ്മളെല്ലാവരും പാടെ ഫുള്ളായിട്ട് സ്വർണ്ണാവാൻ, ടൺ കണക്കിനാ പറയണത്, സ്വർണ്ണാവാൻ. അപ്പൊ തങ്ങൾ ആരാ നേരത്തെ സ്വർണ്ണാവട്ടെ, ഗെറ്റ് ഔട്ട്, ഇപ്പോഴാണ്. അപ്പൊ തങ്ങൾക്ക് സമ്പത്തില്ല എന്നല്ല, സമ്പത്ത് വേണ്ടെന്നാണ്. തങ്ങൾ ഫക്കീറാണെന്നല്ല, തങ്ങൾ ഇഖ്തിയാരിയായ ഫഖർ സെലക്ട് ചെയ്ത ആളാ, ഇൽത്തിറാറി അല്ല എന്നാണ് അതിന് മലയാള ഭാഷ പോലത്തെ അറബിയിൽ പറയുന്നത്. തങ്ങൾക്ക് സമ്പത്തില്ല എന്നല്ല പറയേണ്ടത്, തങ്ങൾക്ക് സമ്പത്ത് വേണ്ട. അപ്പൊ പിന്നെ ഒരു ചോദ്യം വരും. എന്താ ചോദ്യം വരിക? എന്താ തങ്ങൾക്ക് ഇത്രയും വിഷമം വന്നിട്ടും സമ്പത്ത് വേണ്ടാത്തത്? അതന്നെ അതിന്റെ കാരണം. ബുർദ എന്ന് പറഞ്ഞാൽ പാടിപ്പോകുന്നതിന് പകരം 1500 വിശേഷങ്ങളിൽ ബുർദ ഒന്ന് പഠിച്ചു നോക്കൂ. ഇത്രയും വലിയ സുഹൃതോ? അതെന്താ അങ്ങനെ? തിന്നാനും കുടിക്കാനും ഇല്ലാത്ത കാലത്തും ദുനിയാവ് മൊത്തം സെറ്റായിട്ട് സ്വർണ്ണാവട്ടെ എന്ന് ചോദിച്ചിട്ടും വേണ്ടാന്ന് പറയാനുള്ള കാരണം എന്താ? ലൗലാഹുലം തുഖ്റജി ദുനിയാ മിനൽ അദമി. മർക്കസിൽ നടന്ന ഇന്റർവ്യൂവിൽ കാന്തപുരം ഉസ്താദിന് കിട്ടിയിട്ടില്ല എന്ന് ആരും പറയൂ? മർക്കസിൽ നടന്ന ഇന്റർവ്യൂവിൽ കാന്തപുരം ഉസ്താദിന് പേപ്പർ കിട്ടിയിട്ടില്ല, അങ്ങനെ ആരും പറയാം. ദുനിയാവിനെ സൃഷ്ടിക്കാൻ കാരണം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇപ്പം അടുത്തായിട്ട് ദുനിയാവിനോട് ഭയങ്കര ഇഷ്ടം. 1000 എങ്ങനെ കാര്യം കൊപ്പിച്ചേരും അതുണ്ടാവും. ഈ ദുനിയാവ് ഉണ്ടാക്കാൻ തന്നെ തങ്ങളുള്ളതുകൊണ്ടല്ലേ അള്ളാഹു കൊടുത്തത്. പിന്നെ എങ്ങനെ ദുനിയാവിനോട് താല്പര്യം വരിക? ലൗലാഹു ലം തുഖ്റജി ദുനിയാ മിനൽ അദം. കണ്ടോ? മദീനത്തെ പള്ളിയിൽ നിന്ന് ഏറ്റവും അവസാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങുക. മദീനത്തെ പള്ളിയിൽ ഏറ്റവും അവസാനമാണ് മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങുക. ഏറ്റവും അവസാനത്തിലാണ് മദീനത്തെ പള്ളിയിൽ നിന്ന് തങ്ങൾ ഇറങ്ങുക. എപ്പോൾ? ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട്. എന്തിന്? അഹ്ലു സുഫത്തിൽപ്പെട്ട ആരോടെങ്കിലൊക്കെ വിശേഷം അന്വേഷിക്കും. ഭക്ഷണം കഴിച്ചിട്ടില്ലേ മക്കളെ? ആ അന്വേഷണത്തിന് വേണ്ടിയാണ് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇറങ്ങണത്. കഴിച്ചിട്ടില്ല? വാലമായാസിരി സ്വഹാബ, പണക്കാരായ സ്വഹാബത്തിനോട് ചോദിക്കും, നിങ്ങൾക്ക് എത്ര പേരെ ഇന്ന് അശാഇന് ഡിന്നറിന് കൊണ്ടുപോകാൻ പറ്റും? എത്ര? 2 തന്നെയാ? 2 ആളുവാ? നിങ്ങൾക്ക് 4 ആൾ. മദ്യത്തിൽ നിന്നിട്ട് പണക്കാരുടെ പണം കൊണ്ട് സ്വർഗം പാവങ്ങളുടെ വിശപ്പ് മാറ്റി കൊടുക്കുന്ന സംഘാടനം, മൾട്ടി. ഒരേ സമയം പലരെയും അവരുടെ ശരിയിലേക്ക് എത്തിക്കുന്ന നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയും കുറേ ആളുണ്ടല്ലോ അല്ലേ? ഇവിടെയാണെങ്കിൽ കുറച്ചാളല്ലേ ഉള്ളൂ. ഒരാൾ 2 ആളെ കൊണ്ടുപോയാൽ തന്നെ. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, നബിയെ ഞാനൊരു 80 ആളെ കൊണ്ടുപോകും. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു രാത്രി 80 ആളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മാത്രം അവരെ പാകപ്പെടുത്തി മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മദീനത്തെ പള്ളി ചെറുതാണെങ്കിലും എല്ലാവരുടെയും കൽബ് വിശാലാണ്. അലം നശ്റഹ് ലക സദ്റക്കിന്റെ ശിഷ്യന്മാരല്ലേ? എങ്ങനെയാ കൽബ്? ലോകത്തെ ഏറ്റവും വിശാലുള്ളത് ഏതാ? ഭൂമിയാണോ? അല്ലല്ലോ. പണ്ഡിതന്മാർ ഇടപെട്ടിട്ട് തീർത്തി ഭൂമിയല്ല, കൽബുൽ മുസ്തഫ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽബാണ് ലോകത്തെ ഏറ്റവും വിശാലം. ഭൂമിയൊന്നുമല്ല. ഭൂമിയൊക്കെ ചെറുത്. എന്താ കാരണം അതേ ആയത്തിന് മറ്റൊരർത്ഥം വെച്ചാൽ മതി. അലം നശ്റഹ് ലക സദ്റക്, തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞാൻ മൊത്തം ദുനിയാവ് ഡിലീറ്റ് ആക്കി തന്നില്ല നബിയെ. ആ തഫ്സീർ തന്നെ അതിൻ്റെ കാരണം. ദുനിയാവ് ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കുടുസാവുക. കുറേ ആളെ വിളിച്ചാൽ കൊളാവോ, ഭക്ഷണം തീരുമോ? കുടുസാവുന്നത് ദുനിയാവ് ഹബ്ബുണ്ടാവുമ്പോഴാണ്. മൗലിദിന് വന്നിട്ട് നമ്മൾ പറയാ, എനിക്ക് കിട്ടിയ ചീരണി ലെഗ് പീസ് ഇല്ല. 4 മക്കളെ ഉപ്പയൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ നാണക്കേട് എന്നല്ലാതെ വേറെന്താ പറയാ? എന്ത് പറയാനാ? ഞാൻ അതിലേക്ക് വരാം എന്ന് ഇങ്ങനെ ശ്രമിച്ചു നോക്കാം. നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ എല്ലാവരും പാടെ പോയി, പണക്കാരും പാവപ്പെട്ടവരൊക്കെ പോയാൽ മദീനത്തെ പള്ളിയിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് തങ്ങൾ ഇറങ്ങും. നമ്മളെ നാട്ടിൽ മുഅദ്ദിനായ ഉസ്താദൊക്കെ പള്ളിയൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങുന്ന ഒരു ചിത്രം ഒരു രാത്രി 10:30, 10 മണി, 9:30. ആലോചിച്ച് നോക്കിയേ. ആ ചിത്രങ്ങളൊന്നും മനസ്സിൽ കൊണ്ടുവന്ന് നോക്കിയേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക് എന്ന് പറഞ്ഞ സോഫ്റ്റായ കാലുകൊണ്ട് പള്ളിയുടെ പുറത്തേക്ക് എടുത്തു വെക്കും. വീട്ടിലേക്ക് കിലോമീറ്റർ അപ്പുറമാണോ? അല്ല, ഒരു ചുമരപ്പുറം. ആ വീട്ടിലേക്ക് കയറിയാൽ
എന്തേ അവിടെ ഡിന്നർ ഉണ്ടോ, ഫുഡുണ്ടോ? ആകപ്പാടെ ഉണ്ടാവുക കുറേ കാലത്തേക്ക് വെള്ളവും ഈത്തപ്പഴം, പിന്നെ കുറേ കാലത്തേക്ക് അടുപ്പിൽ തീ കത്താറില്ല. വീട്ടിലെത്തിയാൽ ആയിഷ ബീവി നേരത്തെ കെട്ടിക്കൊടുത്ത കല്ല് ബേക്കിൽ നിന്ന് അഴിക്കും. നേരത്തെ കെട്ടിക്കൊടുത്ത ആയിഷ ഉമ്മ തന്നെ ആയിരിക്കും. ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകുന്ന കുട്ടിക്ക് ഷോക്സ് ഇട്ട് കൊടുക്കുന്ന ഉമ്മ വൈകുന്നേരം അഴിക്കുമല്ലോ അല്ലേ വന്നാൽ അല്ലേ? നേരത്തെ കെട്ടിക്കൊടുത്ത മുത്ത് തങ്ങളുടെ വയറിന് കെട്ടിയ കല്ല് ആയിഷുമ്മ അഴിക്കും, കല്ല് താഴെ വെക്കും. ആ കല്ലെത്ര കരഞ്ഞിട്ടുണ്ടാവും, ആ കല്ലെത്ര വേദനിച്ചിട്ടുണ്ടാവും ജീവിതത്തിൽ. എന്നിട്ട് പതിയെ തങ്ങൾ ബിസ്മിക റബ്ബി ദിക്റുകളൊക്കെ ആയിട്ട് ഉറങ്ങാൻ കിടക്കും. വയറുവേദന ചിലപ്പം വരും, വിശപ്പുണ്ടാവുമല്ലോ. അപ്പം ആയിഷ ബീവി മെല്ലെ പോയിട്ട് ആ സോഫ്റ്റായ വയറ് തടവി കൊടുക്കും. ചിലപ്പോൾ ആയിഷുമ്മ കരയും. എന്താ ആയിഷ കരയണത്? ഒന്നുമില്ല, തങ്ങൾക്കൊന്ന് അള്ളാഹിനോട് ചോദിച്ചോടെ നബി, ഇങ്ങനല്ല എന്തിനാ തങ്ങൾ ത്യാഗം സഹിക്കണത്, ഒന്ന് ചോദിച്ചൂടെ തങ്ങൾക്ക്? ചോദിച്ചൊന്ന് കൈ നീട്ടണ്ട, ഒന്ന് പറയുമ്പോഴേക്ക് കുനൂസ ദുന്യാവുല്ലാഹറ, ദുനിയാവ് മൊത്തം ഇറക്കി തരൂലേ അള്ളാഹു. എന്തിനാ ഇങ്ങനെ? ആ അപ്പ ആയിഷാനോട് നിലപാട്, മാലി വലി ദുന്യായ ആയിഷ, എന്തിനാ ആയിഷ നമുക്ക് ഈ ദുന്യാവൊക്കെ? മാ അവിടെ നെഫിയോ ആക്കാം, വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇസ്തിഫാമും ആക്കാം. എന്തിനാ മോളെ, എന്തിനാ നമുക്ക് ദുന്യാവൊക്കെ? എന്തിനാ? എൻ്റെ മുൻകാലത്തുള്ള നബിമാരൊക്കെ ചിലപ്പോൾ പട്ടിണി കിടന്ന് വഫാത്തായവരൊക്കെ ഉണ്ട്. അവരൊക്കെ സ്വർഗത്തിൽ ഹൈ റാങ്ക് വാങ്ങിയിട്ട് മുന്നിൽ പോകുമ്പോൾ നിൻ്റെ മുത്തുനബി ബേക്കിലെ റാങ്കാ വാങ്ങേണ്ടത്? വേണ്ട മോളെ. പിന്നെ കാല് നീര് കെട്ടുന്നവരെയുള്ള തഹജ്ജുദും കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് പോയി സുബഹ് നിസ്കാരം കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങുമല്ലോ. ആ ക്ലാസ്സിൽ അവിടുത്തെ ചോദ്യം സ്വഹബത്തെ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ അത്അമ ജാഇയൻ. നമ്മളെ നാട്ടിലാരും പട്ടിണി കിടക്കുന്നവരുണ്ടാവരുത്. പട്ടിണി കിടക്കുന്നവരെ കണ്ടെത്തിയിട്ട് ഫുഡ് കൊടുത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന്. അപ്പോഴും ചോദ്യം ഉമ്മത്തിന് വേണ്ടി. നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ രാവിലെ തന്നെ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന്. ഒരു കൈ ഉയർന്നു. ആര്? അബൂബക്കർ. മൻ അത്അമ മിൻകുമുൽ യൗമ ജാഇയൻ എന്നതിൻ്റെ ഉത്തരം കിട്ടി. അടുത്തത് മൻ അസ്ബഹ മിൻകുമുൽ യൗമ അത്ബഅ ജനാസതൻ. ഒരു മയ്യത്തിൻ്റെ കൂടെ ജനാസ കർമ്മത്തിന് പോയ ആരെങ്കിലും ഉണ്ടോ? സുബീക്കോ എന്ന ചോദ്യം വേണമെങ്കിൽ ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഉയർന്നു വരാം. അതിനു മുന്നേ തന്നെ ഉത്തരം വന്നാൽ പിന്നെ ചോദ്യത്തിൻ്റെ മേൽ ചുരുണ്ടുകൂടുന്നതിന് പ്രസക്തിയില്ല. ഞാനുണ്ട് നബി. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമൻ. ഇന്നാർക്കെങ്കിലും നോമ്പുണ്ടോ? എനിക്കുണ്ട് നബി. മൻ അസ്ബഹ മിൻകുമുൽ യൗമ ആദ മരീളൻ. ഇന്നാരെങ്കിലും രോഗിനെ സന്ദർശിച്ച ആളുണ്ടോ? ഞാനിന്ന് സന്ദർശിച്ചു. ഉമർലാൻ ചോദിച്ചു, എപ്പോഴാണ് സിദ്ദീഖങ്ങൾ ഇതൊക്കെ ചെയ്തത്? ആവില്ല കേട്ടോ, നിങ്ങളോടാവില്ല. പലതവണ ഞാൻ തോൽപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഒറ്റൊരിക്കൽ ഞാനൊന്ന് ജയിച്ചു കിട്ടാൻ ഞാൻ പല കളിയും കളിച്ചു നോക്കിയിട്ടുണ്ട്. നടക്കൂല സിദ്ദീഖങ്ങളെ. ഒരു സ്വതക്കൻ്റെ കാര്യത്തിൽ ഇന്ന് എൻ്റെ സ്വത്ത് പകുതി തന്നെ 2 ലക്ഷം ഉണ്ടെങ്കിൽ 1 ലക്ഷം തന്നെ കൊണ്ടുവന്നിട്ട് ഇന്ന് എന്തായാലും സിദ്ദീഖങ്ങളെ തോൽപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നപ്പോഴാണ് ഉമർ എന്താ വീട്ടിൽ ബാക്കി വെച്ചത്? പകുതി മൊത്തം ഇവിടെ കൊണ്ടുവന്നു, പകുതി അവിടെ വീട്ടിലുള്ളൂ, ഞാൻ ഒന്നും നോക്കിയില്ല എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോഴാണ് അടുത്ത ചോദ്യം, സിദ്ദീഖ് എന്താ കൊണ്ടുവന്നത്? ഞാൻ ഫുള്ളും കൊണ്ടുവന്നു. വീട്ടിൽ അള്ളാനെയും മുത്തുനബിനെ അവിടെ ആക്കിയിട്ട് ഞാൻ വന്നു. അന്നേരം ഉമർലാൻ പറഞ്ഞു, ആവൂല, നിങ്ങളുടെ മുമ്പിലാവൂല. ഉമർലാന് പലപ്പോഴും പറയും, വദിത്തു അന്നി ഷാറത്തൻ ഫീസുദിരി അബീബക്കർ. സിദ്ദീഖങ്ങളെ നെഞ്ചിൽ ഒരു രോമങ്ങാനും ആയിരുന്നെങ്കിൽ ഉമർ ഒന്ന് കഴിച്ചില്ലാവുന്നു. കാരണം സിദ്ദീഖ് ഒരു സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മളങ്ങോട്ട് പോകുമല്ലോ. ആ സിദ്ദീഖിൽ തന്നെ 4 ചോദ്യത്തിൻ്റെ ഉത്തരം. എപ്പോഴാണ് ഇതൊക്കെ ചെയ്തത് സിദ്ദീഖങ്ങളെ? ഞാനിന്ന് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു സുബീക്ക്. വൈഫ് പറഞ്ഞ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് രോഗിയാണ്, കണ്ടിട്ട് ഒന്ന് അവരെനിക്ക് 2 പത്തിരി തന്നിരുന്നു. തന്നത് മണക്കണ്ടെന്ന് കരുതി വാങ്ങി. എനിക്ക് ഓൾറെഡി നോമ്പുണ്ട് 2. ആ കിട്ടിയ പത്തിരി വഴിവക്കിൽ ഒരു പാവപ്പെട്ട ആൾ വിശന്നിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, കൊടുത്തു 3. ഒരു കുട്ടീൻ്റെ ജനാസ ബക്കയിൽ കൊണ്ടുപോകുന്നുണ്ടതിന്, അതും കൂടി കഴിഞ്ഞിട്ടാണ് സുബഹിന് ജമാഅത്തിനെത്തിയത്. സർക്കുലറിൻ്റെ കാലാവധി 31 വരെ ആണെങ്കിലും നമ്മൾ അതുവരെ ജീവിച്ചോളണം എന്നില്ല. എങ്ങനെ ഈ ശിഷ്യന്മാരിങ്ങനെ ഇല്ല ആവാതിരിക്കുക? ആരാ നേതാവ്? മുമ്പിലിരിക്കുന്ന ലീഡർ ആരാ? സയ്യിദുൽ കായിനാത്തല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതിരി നിങ്ങൾ ആലോചിച്ച് നോക്കി.
ഈ കല്ല് വെച്ച് കെട്ടിയ കഥകൾ പറയുന്ന നബി തങ്ങളുടെ തൊട്ടപ്പുറത്തെ അയൽവാസിയല്ലേ കോടീശ്വരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു, ലക്ഷപ്രഭുക്കളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഉസ്മാൻ റളിയല്ലാഹു. ഇവർക്കെല്ലാം എന്നാൽ ലോഡ് കണക്കിന് ഫുഡ് ഇറക്കി കൊണ്ട് കൊടുത്തൂടെ? ഇവിടെ എന്തിനാ ഈ കല്ല് വെച്ച് കെട്ടിക്കിടക്കുന്നത് എന്നൊരു ചോദ്യം വേണമെങ്കിൽ സദസ്സിൻ്റെ ആംബിയൻസ് ഒന്ന് വരാം. ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ട് കിതാബിൽ. എന്താ ഉത്തരം എന്നറിയോ? അതിന് വിശപ്പുണ്ട്, പട്ടിണിയുണ്ട്, പ്രയാസമുണ്ട് എന്ന് ആരോടെങ്കിലും ഒരു കാമ പറയണ്ടേ? നിവർന്ന് നിന്നിട്ട് നടക്കലില്ല. ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ? അലച്ചയുടെ ആഗ്രഹത്തിൻ്റെ അത്യാഗ്രഹത്തിൻ്റെ ഒരു വർത്തമാനങ്ങൾ അവിടുത്തെ ജീവിതത്തിലില്ലല്ലോ. അന്നാസ്, അല്ല തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ച നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടകള് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്നു. ഉമർ റളിയല്ലാഹു അൻഹു വർത്താനം പറയാൻ കഴിയുന്നില്ല, കരഞ്ഞു. എന്താ കാരണം? ഈന്തപ്പനോലൻ്റെ മേലെ കിടന്നിട്ട് ശരീരത്തിൻ്റെ ഓരോ പാർട്ടിലെ അടയാളം വന്നിട്ടുണ്ട്. കിസറിൻ്റെയും കൈസറിൻ്റെയും രാജാക്കന്മാരൊക്കെ പട്ടുമെത്തകളിൽ കിടന്നിട്ട് എൻ്റെ തങ്ങളെന്തിനെ ഇങ്ങനെ കിടക്കണത് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രേമത്തിൽ നിന്നൊന്ന ചോദ്യം. അതിന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒറ്റ ഉത്തരവ് കൊടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു, അതൊക്കെ ദുനിയാവിൻ്റെ ടീമല്ലേ, ദുനിയാവിൻ്റെ ടീമല്ലേ. മൗലിദിൻ്റെ മജ്ലിസിൽ ഇരിക്കുന്ന സമയത്ത് ഉറക്കം തൂങ്ങുന്ന സമയത്താണ് ഓരോരുത്തർക്കും 500 വീതം കൊടുക്കുമ്പോൾ ആ 500 കൊടുത്തതിൻ്റെ തൊട്ട് മുമ്പും ശേഷവും ഉറക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ദുനിയാവിൻ്റെ ആളാണോ ആഖിറത്തിൻ്റെ ആളാണോ എന്ന് നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കണമെന്ന് ഷഹറാനി ഇമാമിൻ്റെ ലവാഖി അൻവാറുൽ ഖുദ്സിയ ഫിൽ ഉഹൂദിൽ മുഹമ്മദിയിൽ കൊണ്ടുവരുന്നുണ്ട്. അന്നാസ് തീർന്നില്ല, പറഞ്ഞ് പൂർത്തിയായിട്ടുമില്ല. ഞാനും അതിൽ സംതൃപ്തനല്ല. എന്നാലും വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിന് നമുക്ക് കുറച്ച് വേഗതയിൽ പോകാം. 4, അർഹമന്നാസ്, ലോകത്തെ എല്ലാവരോടും ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്ന ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെയാ പറയാ? അല്ല തന്നെ പറഞ്ഞത് തങ്ങളെ റഹ്മത്തായിട്ടാണ് അയച്ചത് എന്നല്ലേ. കരുണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും. നമുക്ക് അതിനെ ഒരു 10-25 പാർട്ടാക്കേണ്ടി വരും. തങ്ങളുടെ റഹ്മത്തിനെ കുറിച്ച് മാത്രം ലോകത്ത് ഒരുപാട് കിതാബുകളുണ്ട്. റഹ്മത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രമേയം പഠിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ, തെറ്റ് ചെയ്തവരോടാണ് പൊതുവിൽ ആൾക്കാർക്ക് ഒരു കടുപ്പുണ്ടാവുക. പള്ളിയിൽ മൂത്രമൊഴിച്ച ആൾ, അതും പള്ളിയിൽ, ഏത് പള്ളിയിൽ? മദീനത്തെ പള്ളിയിൽ. ബാല അറബിയുൻ ഫി മസ്ജിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഒരാൾ മൂത്രമൊഴിച്ചു. സ്വഹാബത്ത് എല്ലാവരും പാടെ അയാളെ ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തങ്ങൾ വേണ്ട, ഒഴിച്ച് തീരട്ടെ. ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെയെങ്കിലും പറയാം, അയാൾ അങ്ങനെ തന്നെ എടുത്തിട്ട് പള്ളീൻ്റെ പുറത്തിട് എന്ന് വേണമെങ്കിൽ പറയാം. വേണ്ട, ഒഴിച്ച് തീരട്ടെ. എന്ത്? മൂത്രം. എവിടെ? പള്ളിയിൽ. ഏത് പള്ളിയിൽ? മദീനത്തെ പള്ളിയിൽ. ഒഴിച്ച് തീരട്ടെ എന്ന് പറയുമ്പോൾ അയാൾ ഒഴിക്കാനെടുക്കുന്ന സാവകാശം എന്തായിരിക്കും? അങ്ങോട്ട് നോക്കൂല, അവറത്തിൻ്റെ ഭാഗമല്ലേ, മൂത്രമല്ലേ, അങ്ങോട്ട് നോക്കും ഇല്ല. അങ്ങനെ അയാൾ ഒഴിച്ചു തീരുന്നത് വരെ ക്ഷമിക്കാനുള്ളൊരു മനസ്സാണ് ഉമ്മത്തിനെ പാകപ്പെടുത്തി തരുന്നത്. അത് നമുക്കില്ല. നമുക്ക് പിറ്റേന്ന് തന്നെ ക്ലിപ്പ് പ്രഭാഷണം കൊണ്ടുവരണം. അതാണ് നമ്മുടെ പ്രശ്നം. അടുത്ത ജുമാക്ക് തന്നെ പൊട്ടിക്കണം, അടുത്ത ജനറൽ ബോഡിക്ക് കാണിച്ചു കൊടുക്കാം. അതാണ് നമ്മുടെ തീരുമാനം. ഒഴിച്ചു തീരുന്നത് വരെയുള്ള സാവകാശം. ഒഴിച്ചു തീർന്നു. എന്തായിരുന്നു തങ്ങൾ ആ നിലപാട് സ്വീകരിക്കാനുള്ള കാരണം? 2 കാരണങ്ങൾ. ഷർഹ് മുസ്ലിം. 1, മൂത്രൊഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഓടിച്ചാൽ പള്ളി മൊത്തം മൂത്രാവും. ഇബ്രാഹിം നാജീൻ്റെ വീട്ടിൽ കല്യാണത്തിൻ്റെ തലേന്ന് കള്ളുണ്ടായിരുന്നു എന്ന് ജുമഅക്ക് പ്രസംഗിച്ചാൽ നാട്ടുകാർ മൊത്തം അറിയും, പള്ളി മൊത്തം മൂത്രാവും. സെക്കൻഡ് വൺ, ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ തടഞ്ഞാൽ അയാൾക്ക് മരണം വരെ മൂത്രസംബന്ധിയായ രോഗത്തിന് സാധ്യത ഉണ്ട്. നമ്മൾ അങ്ങനെ ജനറൽ ബോഡിക്ക് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയാൽ ആ വീട്ടുകാർ ഇനി നമ്മുടെ പള്ളിയിലേക്ക് വരാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അർഹമന്നാസ് വേണ്ട. എന്നിട്ട് ആ സ്വഹാബിയുടെ എന്താ തങ്ങൾ പറഞ്ഞത്? മോനെ, പള്ളിയല്ലേ മൂത്രണ്ടൊഴിക്കല്, പള്ളിയല്ലേ ഇത്? കണ്ടോ എങ്ങനെ ഈ സ്വഹാബി തങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കുക? ഒരു കുഞ്ഞുമോനെ കുറിച്ച് ഒരു പരാതി വന്നു. എന്താ പരാതി? അൻസ്വാറുകളുടെ ഈന്തപ്പന മരത്തിന് കല്ലെറിയുന്നുണ്ട് എന്ന് പരാതി ഉയർന്നു വന്നു.
ആ കുട്ടി ആരാണെന്ന് അന്വേഷിച്ചു. കിട്ടിപ്പോയി. ആ കുട്ടിയെ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് എത്തി. എന്തായാലും സ്വാഭാവികമായിട്ട് ഒരു പൊട്ടിക്കൽ പ്രതീക്ഷിക്കും അല്ലേ? കുട്ടിനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, മോനെ അൻസ്വാർ കൊണ്ട് ഈന്തപ്പന മരത്തിന് കല്ലെറിയാറുണ്ടോ? ഞാൻ എറിയാറുണ്ട്. ഉത്തരം നിഷ്കളങ്കമായിട്ട് വന്നു. അടുത്ത ചോദ്യം, മോൻ എന്തിനാ കല്ലെറിയണത്? വീണ്ടും നിഷ്കളങ്കതയുടെ ഉദാഹരണങ്ങളായിട്ട് ഉത്തരങ്ങൾ വരുന്നു. ഈത്തപ്പഴം കിട്ടാൻ. കപടതകളില്ലാത്ത ആരെയും ജനങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. മനസ്സിലാരോടും വിദ്വേഷമില്ലെങ്കിൽ അയാളോട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അത് സംഘടനാ വൈജാത്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആലിക്കുഞ്ഞ് ചെറിയ ഉസ്താദിനെ ഉദാഹരണത്തിന് വേണമെങ്കിൽ പറയാം. കപടതകളില്ലാത്ത ആരെയും ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഉദാഹരണമായിട്ട് കുട്ടികളെ ആർക്കും ഇഷ്ടമായിരിക്കും. കാരണം അവരുടെ മനസ്സിൽ കപടതയില്ല. നമ്മളെ മോമിനിയങ്ങൾ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കപടത ഇല്ലാതിരുന്നാൽ മതി. കുട്ടീൻ്റെ നിഷ്കളങ്കമായ മറുപടി, ഈത്തപ്പഴം കിട്ടാൻ. അപ്പൊ തങ്ങൾ കല്ലെറിയരുത് ഈന്തപ്പന മരത്തിന്. വീണ ഈത്തപ്പഴമൊക്കെ എടുത്തോട്ടെ, വീണ ഈത്തപ്പഴമൊക്കെ എടുത്തോളി, കല്ലെറിയരുത്. എന്നിട്ട് ഈ കുട്ടീനെ അടുത്ത് വിളിച്ചിട്ട് ദ്വാരം കൊടുത്തു, തലതടവി. എന്നിട്ട് ഈ ഹദീസ് അടുത്ത തലമുറയോട് ആരാ പറയണത്? ഈ കുട്ടി വലുതായ സ്വഹാബിയായി. എന്നിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിന്, തങ്ങൾ അങ്ങനെയാ തീർത്തി തന്നത്. കണ്ട 63 വയസ്സിനിടയിൽ ഒരു കുട്ടീനെ അടിച്ചിട്ടില്ലല്ലോ. ആരെ അടിച്ചിട്ടില്ലല്ലോ? ഒരാളെ അടിച്ചിട്ടില്ല. ഒരു കുട്ടീനെ അടിച്ചിട്ടില്ല. ഒരു ഭാര്യനെ അടിച്ചിട്ടില്ല. റഹ്മത്താണ്. എല്ലാവരോടും റഹ്മത്താണ്. എല്ലാവരോടും റഹ്മത്താണ്. പള്ളി അടിച്ചു വരുന്ന ഒരു സ്ത്രീ, പൊതുവിൽ പള്ളി അടിച്ചു വരുന്നവർ എന്നൊക്കെ പറഞ്ഞാൽ മക്കാമിൻ്റെ പരിസരം അടിച്ചു വരുന്നവർ, മൂത്രച്ചോളി കഴുകുന്നവർ, ടോയ്ലറ്റ് കഴുകുന്നവർ, ഹൗല് വൃത്തിയാക്കുന്നവർ ഒരു പാപ്പർ ടീമായിരിക്കും, പാവങ്ങളായിരിക്കും അവരൊന്നും പൊതുവിൽ ആരെയും അങ്ങനെ വലിയ മൈൻഡും വിലയൊന്നും കൊടുക്കാറില്ല. പൊതുവെ ഒരു സാധു അങ്ങനെ ഉള്ളവർ. പള്ളി അടിച്ചു വരുന്ന സ്ത്രീ കുറച്ചായിട്ട് കാണുന്നില്ലല്ലോ. അല്ല, സ്വഹാബത്തിനോട് തങ്ങളുടെ ചോദ്യം, അല്ല നമ്മളൊരു പെണ്ണുങ്ങളുണ്ടായില്ലേ, അവരോട് പോയി? കഥമാത്ത മരിച്ചു. ഓ മരിച്ച എന്നാ പോട്ട് എന്നല്ല. അയ്യേ, അതെന്താ എന്നോട് പറയാതിരുന്നത്? ആ പെണ്ണിന്റെ മരണവിവരെല്ലാം ലോകം കണ്ട നേതാവിനോട് പറയണോ? ലോകം കണ്ട നേതാവിന് എല്ലാവരും വലിയ ആളാണ്, ആരും ചെറുതില്ല. അതാണ് ചോദിക്കണത്. അതെന്താ എന്നോട് പറയാതിരുന്നത്? എന്താ ചെയ്യാ? എന്നാൽ ദല്ലൂനി അല ഖബരിഹ, ആ പെണ്ണിന്റെ ഖബറൊന്ന് കാണിച്ചേരി, മയ്യത്ത് സ്കെച്ചിട്ട് ആ പെണ്ണിന് സ്വർഗം വാങ്ങി കൊടുക്കട്ടെ. അതിനും തങ്ങൾ സമയം കണ്ടെത്തി. ജാടകളില്ലല്ലോ. കണ്ടോ, ദല്ലൂനി അല ഖബരിഹ, ആ മോളെ ഖബറൊന്ന് കാണിച്ചേരി. സൗന്ദര്യം തീരെ ഇല്ലാത്തൊരു സ്വഹാബി, പേര് ജുലൈബീബ്. അതിൻ്റെ പുറമെ കണ്ണിൻ്റെ ഭാഗത്തൊരു മുഴയുണ്ട്. അതോടൊപ്പം സൗന്ദര്യം ഉള്ളതും പോകും, കണ്ണൊരു ഭാഗം മറയുന്നുണ്ട്. അങ്ങനെ നടക്കുക സ്വഹാബി. ആ സ്വഹാബിനെ തങ്ങൾ വിളിച്ചിട്ട് വെച്ച്, ജുലൈബീബ് മംഗലം കഴിക്കണില്ലേ, കല്യാണം കഴിക്കണില്ലേ? ജുലൈബീബിൻ്റെ കുറേ കാലത്തെ സങ്കടം പൊട്ടി. എനിക്ക് ആര് കെട്ടിച്ചേരാണ്? നമ്മളെല്ലായിരിക്കും വേണ്ടി. അപ്പം തങ്ങൾ, പിന്നെ ഞാനെന്തിനാ ഏറ്റവും പണക്കാരനായ അൻസ്വാരിയുടെ സൗന്ദര്യമുള്ള മോളെ തന്നെ കെട്ടിച്ചു കൊടുക്കുന്നിടത്ത് മുമ്പിൽ തങ്ങൾ നിന്നു. ആ സ്വഹാബി പിന്നീടുള്ളൊരു സമരത്തിൽ ഷഹീദാകുന്നുണ്ട്. ആ സ്വഹാബിയുടെ മയ്യത്ത് തങ്ങൾ താങ്ങിയെടുക്കുന്നുണ്ട്, ഖബറിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് വെച്ചിട്ട് പറയുന്നുണ്ട്, ആദാമിന്നി വാനമിൻഹൂൻ, ഞാനും ജുലൈബീബ് ഒന്നാണ്. എങ്ങനെ ഈ തങ്ങൾ ആരെ ഇഷ്ടപ്പെടാതിരിക്കുക? പാവങ്ങളാണ് പൊതുവെ അവമതിക്കപ്പെടുന്നത്. പാവങ്ങളോടൊപ്പം ആയാം വിദ്യു, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആളാ. പാവങ്ങൾ എന്തെങ്കിലും സങ്കടം പറയുമ്പോൾ നിങ്ങൾ എന്തിനു സങ്കടപ്പെടുന്നു? പണക്കാരെത്തുന്ന 500 കൊല്ലം മുമ്പ് നിങ്ങൾ ഫസ്റ്റ് സ്വർഗത്തിലെത്തും. എൻ്റെ ഹൗദുൽ കൗസറിൻ്റെ അടുത്ത് കൂടുതൽ നിങ്ങളാ, സിറാത്ത് പാലം ഫസ്റ്റ് വിട്ടെടുക്കണം നിങ്ങളല്ലേ കൂടുതൽ സ്വർഗത്തിൽ. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് തങ്ങൾ. ഇവിടുത്തെ ഒരു നേതാവിനെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുക്കണം, പഞ്ചായത്ത് സെക്രട്ടറിനെ കാണണം, പ്രൈവറ്റ് സെക്രട്ടറിനെ കാണണം. കണ്ടാൽ തന്നെ ഡേറ്റ് കിട്ടിയാൽ തന്നെ അടുത്ത ആഴ്ച, അതിൻ്റെ അപ്പുറത്തെ ആഴ്ച എന്നാണ്. തങ്ങളെ കാണാൻ അങ്ങനെ ഡേറ്റ് കണ്ട അപ്പോയിൻമെൻ്റ് കണ്ട കഥകളൊന്നുമില്ല. കവാഹിദ് മിൻഹു അവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ അവിടെ അർഹമന്നാസ്, ഓരോരാളോടും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മദീനത്തെ എത്തിയപ്പോൾ ഒരു സ്വഹാബി ഗംഭീരമായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരാണ് ഓഡിയൻസ് ഉള്ളത്. നല്ല കഥ പറയുന്നുണ്ട്, നല്ല സംസാരം നടത്തുന്നുണ്ട്. നബി തങ്ങളെ കണ്ടപ്പോൾ അവിടെ നിർത്തി. അത് തങ്ങളെ നമ്മൾ ജസ്റ്റ് എന്ന അർത്ഥത്തിലാണ് ആ പ്രസംഗം നിർത്തുന്നത്. അപ്പൊ തങ്ങൾ ആ സദസ്സിൽ ഇരുന്നിട്ട് പറയാ, പ്രസംഗിക്കേ, പറയേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ മോൻ്റെ പ്രഭാഷണം കേൾക്കുന്നതാണ്. ഒരു 4 അടിമകളെ ലക്ഷക്കണക്കിന് കൊടുത്തിട്ട് മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം മോനാണെന്ന് പറയൂ. കണ്ടോ, ഐ ആം വിത്ത് യു എന്നുള്ളത് തങ്ങളുടെ ഒരു തിയറിയാണ്. ആരെയും വേദനിപ്പിക്കാത്ത ജീവിതം, അർഹമന്നാസ്. ഇത് ഓരോരാളോടും മാത്രമല്ല കേട്ടോ, ഓരോ വ്യക്തികളോടും മാത്രമല്ല, ഓരോ വിഭാഗത്തോടും. ഏറ്റവും കൂടുതൽ അവമതിക്കപ്പെടാനും അപരവൽക്കരിക്കപ്പെടാനുള്ള സാധ്യത ഉപ്പപോയ മക്കളാണ്, അനാഥകൾ, യതീമക്കൾ. അവരാരും അവമതിക്കപ്പെടരുത്, ഉപ്പ പോയത് കൊണ്ട് നിന്ദിക്കപ്പെടരുത് എന്നതുകൊണ്ടാണ് അന വഖാഫുലിൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ. ഈ 2 വിരൽ കൊണ്ടാണ് ലോകത്തെ മൊത്തം രാജ്യങ്ങളിലുള്ളവർ യതീമക്കളുടെ തകാഫുൽ ഏറ്റെടുക്കുന്നത്. ഈ 2 വിരലിൻ്റെ ശക്തിയാണ് അതിൻ്റെ കാരണം. ഹാക്കദ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഹാക്കദ. ഈ പ്രയോഗത്തിലാണ് മുഴുവൻ തകാഫുലുകളും സ്ഥാപനങ്ങളിലേക്ക് ഒഴുകുന്നത്. ഹാക്കദ. ഭർത്താവ് മരിച്ചുപോയ ആൾക്കാരുണ്ടാകും. അവര് പൊതുവിൽ സമൂഹത്തിൽ സൈഡാവാറുണ്ട്. വിധവകൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, അവർക്ക് ഭക്ഷണ കിറ്റ് എത്തിച്ചു കൊടുക്കുന്ന കൂട്ടുകാരെ, നിങ്ങൾക്ക് പകല് മൊത്തം നോമ്പെടുത്ത രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ബുഖാരിയുടെ വ്യാഖ്യാനത്തിന് ഇബ്നു ബത്വാൽ തങ്ങൾ എഴുതി വെക്കുന്നുണ്ടല്ലോ, മൻ അജസ അനിൽ ഖിയാമി ഫിൽ ലൈലി വഅനി സൗമി ഫിൻ നഹാർ. രാപ്പകലുകളിൽ രാത്രിയും നിസ്കാരവും ഇബാദത്തൊക്കെ ആയിട്ട് കഴിവില്ലെങ്കിൽ പാവങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടോളി. അർഹമന്നാസ്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തൊരു പ്രത്യേകത, അജ്വദന്നാസ്, ഏറ്റവും കൂടുതൽ സ്വതക്ക ചെയ്ത ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല എന്ന് പറയുന്ന പരിപാടി ഇല്ല. നോക്കൂ, ഇല്ല എന്ന് പറയുന്ന പരിപാടി ഇല്ല. ഇല്ല എന്ന് ആകപ്പാടെ പറയണ്ടെങ്കിൽ വാഷദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ മാത്രം, വേറെ എവിടെയും പറയണ്ട. ഇൻവജത ജാദാവ ഇല്ല വാഴ ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ മറ്റന്നാൾ ഒരു ക്യാഷ് വരാനുണ്ട് തരും. നേരെ നോ പറയുന്ന പരിപാടി ഇല്ലേ ഇല്ല. ഇൻവജത ജാദ വൈല്ല വാഴ, അതാണ് ഇല്ല എന്ന് പറയൽ. അവിടുത്തെ നിഘണ്ടുവിൽ ഇല്ലേ ഇല്ല, അതാണ് കാര്യം. അവിടെ ആരുള്ള ഇയാൾ ഇന്ന് ഇത്ര ഇങ്ങോട്ട് പാടാൻ. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് വെച്ച് എന്തേലും തരുമോ നബിയെ. അപ്പൊ തങ്ങളടുത്ത് നിലവിൽ ഒന്നും സ്വത്തില്ല. തങ്ങളുടെ മറുപടി നോക്കണേ, ഇന്ന ആളടുത്തുനിന്ന് പോയി വാങ്ങിക്കോളി, ഞാൻ കടം വീട്ടിക്കോളാം. അന്നേരം ഉമറുല്ലാനും ഇടപെട്ടിട്ട് വെച്ച്, എന്തിനാ നബി അങ്ങനെയൊക്കെ റിസ്ക് സഹിക്കണത്, ഉണ്ടെങ്കിൽ കൊടുക്കാന്നല്ലാതെ. അപ്പോൾ ഒരു അൻസ്വാരിയായ സ്വഹാബി പറഞ്ഞു, കൊടുത്തോ നബിയേ, കൊടുത്തോ നബിയേ, അല്ല തങ്ങളെ ഏറ്റെടുക്കൂല നബിയേ. കൊടുത്തു. അതാണ് തങ്ങളുടെ ഇടപാട്. ആരും വിഷമിക്കുന്നത് തങ്ങൾക്ക് കാണാൻ പറ്റില്ല. അജ്വദ്, ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാല് കൊടുത്ത സ്ത്രീക്ക് തങ്ങൾ കൊടുത്ത സ്വതക്കനെ കുറിച്ച് മുഅസ്സരീങ്ങളായ ആധുനിക പണ്ഡിതന്മാർ അന്നത്തെ സ്വത്ത് പുതിയ കാൽക്കുലേറ്ററിൽ കൗണ്ട് ചെയ്തപ്പം കിട്ടുന്നത് കോടിക്കണക്കിന് ദിർഹമുകളാണ്. തങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്, തങ്ങൾ സമ്പന്നനാണോ അല്ല പാവപ്പെട്ട ആളാണോ? പാപ്പറായ ആൾ എന്ന അർത്ഥത്തിൽ തങ്ങൾ ഫക്കീറല്ല, ജാടകളുള്ള വനിയുമല്ല. ഒരേ സ്വതക്കയാണ് തങ്ങൾ, ഒരേ സ്വതക്ക.
ബിലാൽ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വത്ത് കൊടുത്തിട്ട് ഇത് സ്വതക്കയെന്ന് കൊടുത്ത് ലുഹറിന് കൊടുത്തത് അസറായി തീർന്നില്ല. അസറായിട്ടും നബി തങ്ങൾ വെച്ച് കൊടുത്തു തീർന്ന ഇല്ല. തീരണ്ട നബിയെ, തീരണ്ടേ, ഇതെത്രയൊന്ന് പിറ്റേന്നാ തീർന്നത്. കണ്ടോ നിങ്ങൾ? അജ്വദന്നാസ് ജൂസ്. ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് ആലിക്കുന്ന് ഷിറിയ ഉസ്താദ് പറയാറുണ്ട്, ഇല്ല എന്ന് തങ്ങൾ പറയാറില്ലല്ലോ. അപ്പൊ ആ ഷഫാത്ത് ഹബുലനാന്ന് ചോദിച്ചാൽ ഷഫാത്ത് തരുവല്ലേ? തരും. അത് നമ്മുടെ ഉള്ളു ശുദ്ധിയാക്കി മാറ്റണം. ഞാൻ എൻ്റെ സംസാരം ഇങ്ങനെ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെ? ശേഷം പറയുന്ന പോലെ. എന്ത്? ഡെയിലി നമ്മൾ 17 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. അതിൽ അത്തഹിയാത്ത് ഉള്ള റക്അത്തുകൾ ടോട്ടൽ എത്ര? ഏത് നിസ്കാരത്തിൻ്റെയും ആദ്യ റക്അത്തുകളിൽ അത്തഹിയാത്ത് ഉണ്ടാവില്ല. അപ്പോൾ 17 5 പോയി 12. 4 റക്അത്തുള്ള നിസ്കാരത്തിൽ സാധാരണ മൂന്നാമത്തെ റക്അത്തിൽ അത്തഹിയാത്ത് ഉണ്ടാവില്ല. ളുഹർ, അസ്ർ, ഇശാ. അപ്പോൾ 3 കൂടി പോയി. ടോട്ടൽ ഇനി ബാക്കിയുള്ളത് 9 റക്അത്ത്. 9 റക്അത്തിൽ നമ്മൾ നബി തങ്ങളോടൊരു കരാറ് പറയുന്നുണ്ട്. എന്താ കരാറ്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യോ, നബിയേ സലാം. എന്താണ് ആ സലാമിൻ്റെ അർത്ഥം? ഷെഹറാനി ഇമാം വിശദീകരിക്കുന്നു അതിൻ്റെ അർത്ഥം. തങ്ങൾ പഠിപ്പിച്ചതിൻ്റെ എതിരായിട്ട് ഞാനൊന്നും ചെയ്യൂല നബിയെ. ഫാത്തിമ പറയണം, അബ്ദുള്ള പറയണം, വാക്ക്. അബ്ദുൽ അസീസ പറയണം, വാക്ക്. അസ്സലാമു അലൈക അയ്യുഹൻ നബി. തങ്ങൾ പഠിപ്പിച്ചതിൻ്റെ ഒരു എതിരെ, തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊന്നും ഞാൻ ചെയ്യൂല. തങ്ങളുടെ മുഖം നോക്കിയിട്ട് വാക്ക് പറയണം. ഏത് വാക്ക്? 8ാമത്തെ വയസ്സിലേക്ക് ഇസ്ലാം സ്വീകരിച്ച് കടന്നു വന്ന ആദ്യമായി കുട്ടികളിൽ ഇസ്ലാം സ്വീകരിച്ച അലി റളിയല്ലാഹുവിൻ്റെ വാക്ക്. എന്ത് വാക്ക്? ഞാൻ എൻ്റെ ജീവിതത്തിൽ തങ്ങളെ കണ്ടതിന് ശേഷം എൻ്റെ കണ്ണുകൊണ്ട് ഒരു ഹറാമും കണ്ടിട്ടില്ലെന്ന വാക്ക്. മുത്തുനബി തങ്ങളുടെ കൈ തൊട്ടതിന് ശേഷം, മുസാഫഹത്ത് ചെയ്തതിന് ശേഷം ഈ കൈ കൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, എൻ്റെ ഔറത്ത് തന്നെ ഞാൻ ടച്ച് ചെയ്തിട്ടില്ലെന്ന് പറയുന്ന ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഉറപ്പുള്ള വാക്ക്. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വർത്തമാനങ്ങളുണ്ട്. എന്ത്? ഞാനൊരു അന്യപെണ്ണിനെ കണ്ടിട്ടുമില്ല, ആ പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല, ഒരു പെണ്ണ് എൻ്റെ സ്വപ്നത്തിൽ പോലും വന്നിട്ടില്ലെന്ന കാമ്പുള്ള വാക്ക്. അസ്സലാമു അലൈക അയ്യുഹൻ നബി. ഇത് ഇശാ നിസ്കാരത്തിൽ പറഞ്ഞിട്ട് രാത്രി റൂമിൽ കയറിയിട്ട് അശ്ലീലങ്ങൾ, ഹറാമുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് നമുക്കേ കഴിയുള്ളൂ. ആ മുത്ത് തങ്ങളുടെ മുഖം നോക്കിയിട്ട് സലാം പറഞ്ഞ് കരാറും ചെയ്തിട്ട് ഹറാമും പറഞ്ഞ് ലംഘിക്കുകയാണെങ്കിൽ അത് ഒരു പ്രശ്നം. ഖുർത്തുബി ഇമാമിനൊരു വർത്താനുണ്ട്. വമിനൽ മുഅ്മിനീൻ, ചില മുഅ്മിനീങ്ങളുണ്ട്, മയസ്സഗരിക്കു ബിശ്ശഹവാത്ത്, അവർ കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔസാഫുകൾ പറയുന്ന, വിശേഷണങ്ങൾ പറയുന്ന സദസ്സിൽ പങ്കെടുത്താൽ, മദ്ഹ് ഗാനത്തിൻ്റെ മജ്ലിസ് ആവട്ടെ, ഒരു വാളിൻ്റെ മജ്ലിസ് ആവട്ടെ, മദീനയിൽ പോകണ്ടയോ? മദീനയിലെത്തണം. നബി തങ്ങളെ കാണണ്ടയോ? കാണണമല്ലേ? ആ ആവേശവും സ്പാർക്കും അവർക്ക് ഉണ്ടാകും. വമിനൽ മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങൾ തന്നെയാണ്. പക്ഷെ ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞ് അവർ വീട്ടിലേക്ക് എത്തിയാൽ ആ സ്പാർക്കൊക്കെ പോകും. പിന്നെയും തെറ്റുകുറ്റങ്ങളിൽ, ഇൻസ്റ്റഗ്രാമുകളിൽ അവർ കറങ്ങിത്തെളിഞ്ഞ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകും. ഖുർത്തുബി ഇമാമിൻ്റെ ശേഷമുള്ള വർത്തമാനം ഫല്ലഹദുർ. പേടിക്കണം. എന്ത് പേടിക്കണം? നിനക്ക് ചില സദസ്സുകളിലെ വാളിൻ്റെ മദ്ഹിൻ്റെ ശകലം കേൾക്കുമ്പോൾ ഒരു സ്പാർക്കാവണില്ലേ? മദീനയിലെത്തണം, തങ്ങളെ കാണാമെന്നൊക്കെ. അതിപ്പോൾ അടുത്ത് ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. അത് മുഴുവനും അള്ളാഹു നിന്റെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുത്തിട്ട് മഹബത്തിൻ്റെ ഒരു ശകലം പോലും ബാക്കിയില്ലാത്തവണ്ണം ഊരപ്പെടാൻ സാധ്യതയുണ്ട്. പേടിക്കണം. ഹൗദുൽ കൗസറിൻ്റെ അടുത്തേക്ക് ചിലർ വരുമ്പോൾ, ഹൗദുൽ കൗസർ തങ്ങൾ കോരി കൊടുക്കുമ്പോൾ ചിലർ വന്നാൽ തങ്ങൾ കൊടുക്കണ്ട നബിയെ. എന്തേ കൊടുക്കണ്ട നബിയെ? അതെ, തങ്ങളുടെ വഫാത്തിന് ശേഷം അവർ പലതും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. തങ്ങളറിയാത്ത പലതും അവർ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. തങ്ങളറിയാത്തതോ? ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ അമലുകളൊക്കെ എനിക്ക് കാണിച്ചു തരുന്നല്ലേ? ഫൈൻ വജത്തു ഫീഹി ഖൈറൻ ഹമിദുല്ലാഹ്, നല്ലത് കണ്ടാൽ എനിക്ക് സന്തോഷമാവുന്നല്ലേ? തെറ്റ് കണ്ടാൽ ഇസ്തിഗ്ഫാർ എടുത്തു എന്നല്ലേ? എങ്ങനെ തങ്ങൾ അറിയാത്ത അമല് ഉമ്മത്തിനുണ്ടാവുക? അതൊരു ചോദ്യം കേട്ടോ, നല്ല പ്രസക്തിയുള്ള സദസ്സ് നാകെ വന്ന ഒരു നല്ല ചോദ്യം അതാണ്. ആ ചോദ്യത്തിന് ഉത്തരം എന്ത്? ഫാസിഖീങ്ങളുടെ, തമ്മാടികളുടെ, എല്ലാ ദിവസവും ഹറാമ് കാണുന്നവരുടെ ഈ ഭാഗത്ത് എന്തിനാ റൗളയിൽ കാണിച്ചു കൊടുക്കണത്? എപ്പോഴെങ്കിലും വല്ല അബദ്ധവും വന്നാൽ തങ്ങൾ തിരുത്തി കൊടുത്ത് ഇസ്തിഗ്ഫാർ നടത്തി മുന്നോട്ട് പോകുന്നല്ലാതെ അഫ്സഖുൽ ഫുസൂഖായ മനുഷ്യന്മാരുടെ ഈ സാധനം എന്തിനാ കാണിച്ചു കൊടുക്കണത്? അതുകൊണ്ട് തങ്ങളുടെ വിസ്വാലിലേക്ക് നമ്മൾ എത്തണം, അതിലേക്കെത്തണം. അതിന് നമ്മൾക്ക്
ദബഹുൻ നഫ്സ് ഉണ്ടാവണം. യൂസുഫ് നബി അലിഹിസ്സലാമിൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ ശരീരത്തെ മതിമറന്ന് സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ സ്ത്രീകൾ ഖത്തഅന ഐദിയഹുന്ന, അവരുടെ കൈവിരൽ മുറിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആയിഷുമ്മ പറയുന്നുണ്ട്, എന്ത് പറയുന്നുണ്ട്? തങ്ങളെ കണ്ടിട്ട് സൗന്ദര്യം ഒരാൾക്ക് ബോധ്യമായാൽ ഒരുപക്ഷെ ഹൃദയം തന്നെ മുറിച്ചു പോകും. അതിനാണ് ഫന എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ സ്വന്തത്തിന് ഓർമ്മയില്ലാതിരിക്കുക, സ്വന്തത്തിന് ഓർമ്മയില്ലാതിരിക്കുക, സ്വന്തത്തിന് ഓർമ്മയില്ലാതിരിക്കുക, സ്വന്തത്തിന് ഡിലീറ്റ് ആക്കുക. സൗർ ഗുഹയിൽ കയറുന്ന സമയത്ത് മക്കാനക്ക് യാ റസൂലല്ലാഹ്, തങ്ങൾ ഗുഹൻ്റെ പുറത്തിരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാ സിദ്ദീഖ് ഞാൻ പുറത്തിരിക്കണത്? ഗുഹ പഴയതല്ലേ, എന്തെങ്കിലും കുത്തുന്ന കടിക്കുന്ന ജീവികളുണ്ടെങ്കിലോ, വലിയ ഇഴജന്തുക്കളുണ്ടെങ്കിലോ? അപ്പോൾ അബൂബക്കർ കയറി അബൂബക്കറിനെ കുത്തൂലേ? അതിന് അബൂബക്കർ ഇല്ലല്ലോ, അബൂബക്കറിനെ പണ്ടേ ഡിലീറ്റ് ആക്കിയില്ലേ അബൂബക്കർ അങ്ങടെ മനസ്സിൽ നിന്ന്. അബൂബക്കർ ഉണ്ടെങ്കിലല്ലേ അബൂബക്കറിനെ കുത്തുക. അബൂബക്കർ വേണ്ടേ? സ്വന്തത്തിന് ദബഹുൻ നഫ്സ്, ഡിലീറ്റ് ആക്കുക. ഫനാഇൻ്റെ ലോകം. ഗുഹ മൊത്തം വൃത്തിയാക്കിയിട്ട് തആല യാ റസൂലല്ലാഹ്, തങ്ങൾ വരീന്ന് പറയുന്നുണ്ട്. അങ്ങനെ തങ്ങൾ വന്നപ്പോൾ കാല് നീട്ടി വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ, ക്ഷീണിതനായ തങ്ങളെ ഒന്ന് കിടത്താൻ വേണ്ടി. അപ്പോൾ സിദ്ദീഖ് അങ്ങക്ക് ക്ഷീണമൊന്നുമില്ലേ? സിദ്ദീഖ് ഇല്ലല്ലോ, നല്ല ക്ഷീണം ഉണ്ടാവില്ല. കാലിന് പാമ്പ് കൊത്തി, വിഷമുള്ള പാമ്പ് കൊത്തി, വേദന ഇങ്ങനെ കയറുണ്ട്. കാല് വലിയും, ഇപ്പം വലിയും എന്നാണ് നമ്മൾ വിചാരിക്കണം. നമ്മളെ സദസ്യരെ എല്ലാവരും പാടെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാല് വലിക്കൽ പോയിട്ട് കാല് അനക്കാൻ നോക്കിയാൽ നടക്കൂല. കാരണം ഇപ്പോൾ ആ കാല് സാധാരണ കാലല്ല. എന്താ? ലോകരാജാവിൻ്റെ തലയണയാണ് ആ കാല്. ആ കാല് സിദ്ദീഖിൻ്റെ ശരീരത്തിൽ റൂഹുള്ള കാലത്തോളം നടക്കൂല, നടക്കൂല. കാല് വലിയുന്നില്ല. പിന്നെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. അത് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കുറ്റമല്ലല്ലോ. നമ്മളുടെ ഈ നടത്തത്തിൽ അലക്ഷ്യമായി വല്ല ഇരുമ്പിൻ്റെ കമ്പിക്കോ മരത്തിൻ്റെ തടിക്കോ പോയിട്ട് കാലോ തലയോ പോയിട്ട് ഇടിച്ചാൽ നമ്മൾ തറച്ച സ്ഥലത്ത് അല്ലെങ്കിൽ വേദനിച്ച സ്ഥലത്ത് തടവണതിന് മുമ്പ് കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് ഒഴുകാൻ തുടങ്ങും വേദന കൊണ്ട്. റിഫ്ലക്ഷൻ എന്ന ഫിസിക്സിൻ്റെ ഭാഷയിൽ അതിനെക്കുറിച്ച് പറയാം, പെട്ടെന്ന് പ്രതികരിക്കും അത്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് ഒരു തുള്ളി തങ്ങളുടെ മുഖത്തുറ്റി. അപ്പോൾ ഉറക്കം ഞെട്ടി. മാബിക്കായ അബൂബക്കറിന് എന്താ പറ്റിയത്? ചോദ്യം വന്നു, ഉത്തരം പറയാതെ വയ്യ. രണ്ട് ഉത്തരം പറഞ്ഞു. ഒന്ന് പോക്കറ്റിൽ നിന്നുള്ള ഉത്തരം, ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ട് പോക്കറ്റിൻ്റെ വേക്കിൽ നിന്ന് ഹൃദയത്തിൽ നിന്നുള്ള ഉത്തരം. അത് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഒറിജിനൽ ഉത്തരം. പോക്കറ്റിൽ നിന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു, പാമ്പോ മറ്റോ കടിച്ചാണെന്ന് തോന്നുന്നു നബിയെ. ഹൃദയത്തിൽ നിന്ന് ഒറിജിനൽ ഉത്തരം, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്നോട് പൊരുത്തപ്പെടണം നബിയെ, ഞാൻ ഒറ്റിച്ചതല്ല, ഒറ്റിപ്പോയതാണ്. എൻ്റെ ഉപ്പാനുമാനും വിറ്റിട്ടെങ്കിലും ഞാൻ എൻ്റെ തങ്ങളെ സംരക്ഷിക്കും, മാപ്പാക്കണം നബിയെ, മാപ്പാക്കണം. ഇതാണ് സംഭവം. ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂബക്കറിൻ്റെ കയ്യിൽ നല്ലൊരു ജോഡി ഡ്രസ്സ് കണ്ടിനല്ലോ, അതെവിടെ പോയി? അത് മൊത്തം കയറിയിട്ടാണല്ലോ. കുറേ ദ്വാരമുണ്ടായിന് നബിയെ. കയറുന്നതിന് മുന്നേ ആ മൊത്തം വൃത്തിയാക്കി. പിന്നെ എൻ്റെ ഡ്രസ്സ് തീർന്ന് ഓരോന്ന് കഷ്ണം കഷ്ണാക്കിയിട്ട് പുതിയ ഡ്രസ്സേ കഷ്ണം കഷ്ണാക്കിയിട്ട്. പിന്നെ ഒരു ദ്വാരം ബാക്കിയുണ്ട്, ഡ്രസ്സ് തീർന്ന്. അവിടെ കാല് വെച്ചിട്ടാണ് തങ്ങളെ കടത്തിയത്. അപ്പം പിന്നെ ആ കാലിലാണ് പാമ്പ് വെടി കിട്ടിയത്. അപ്പോൾ ഇനി അബൂബക്കറിന് ഡ്രസ്സ് വേണ്ടേ എന്നുള്ള ചോദ്യം വരും, ഉത്തരം പിന്നെയും വരും. പിന്നെ അബൂബക്കർ ഇല്ലല്ലേ, ഡ്രസ്സ് ഇടണമെങ്കിൽ അബൂബക്കർ വേണ്ടേ? ഫനാ ഫനാ. നമുക്ക് നമ്മുടെ ഓർമ്മയില്ലാതിരിക്കുക. യാത്ര പിന്നെയും തുടരുന്നുണ്ട്. വഴിവക്കിൽ നിന്ന് ഒരു ആട്ടിൻ പാല് കിട്ടുന്നുണ്ട്, ഒരു ഗ്ലാസ്. സിദ്ദീഖങ്ങൾ വാങ്ങിയിട്ട് നബി തങ്ങൾ കൊടുത്തു. പകുതി കുടിച്ചു. തങ്ങൾ കുടിക്കുന്നവേ മുക്കാബോ കുടിക്കുന്നവേ. ഗ്ലാസ് കാലിയായി, ഒരു തുള്ളി ഇനി ബാക്കിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നുണ്ട്, എൻ്റെ ദാഹം മാറിയും. അതെന്തേ? അബൂബക്കറില്ല, പിന്നെ ആരുള്ളത്? നബി തങ്ങളുടെ ദാഹം മാറിയല്ലോ, ഒരാളല്ലേ ഉള്ളൂ. അതാണ് സംഭവം. രണ്ട് ഗോത്രങ്ങൾക്കിടയിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയപ്പോൾ മുമ്പം തന്നെ പറയുന്നുണ്ട്, സമയായാലും ഇമാമ് സിദ്ദീഖങ്ങൾ നിൽക്കണമെന്ന്. മർക്കസ് സമ്മേളനത്തിന് മുമ്പ് അങ്ങനെ പോകരുതെന്ന് അതിൻ്റെ അർത്ഥം. ഒരാളെ ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇഖാമത്തിൻ്റെ സമയമായപ്പോൾ ബിലാൽ റളിയല്ലാഹു ചോദിച്ചു, ഇമാമക്കോ കൊടുക്കട്ടെ? ആ കൊടുത്തോട്ടെ. കൈകെട്ടി നിസ്കാരം തുടങ്ങി. തങ്ങൾ വന്നു. സഹാബത്ത് ചുരുണ്ട് ഒന്നാം സഫിലേക്ക് തങ്ങൾ എത്തിച്ചു. സിദ്ദീഖ് റളിയല്ലാഹുവിന് മനസ്സിലായി തങ്ങൾ വന്നിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു ബേക്കോട്ടേക്ക് വരാൻ തുടങ്ങി. അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ, അബൂ ഖുഹാഫ എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഉപ്പാൻ്റെ പേര്. അവിടെ തന്നെ നിൽക്കൂ. നിന്നിട്ടൊന്നുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു മുമ്പിൽ കയറി നിൽക്കുന്നതിന് പകരം സിദ്ദീഖ് റളിയല്ലാഹു ബേക്കോട്ടേക്ക് വന്നു. തങ്ങൾ മുന്നിൽ കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ചോദിച്ചു, ഇബ്നു അബീ ഖുഹാഫ,
അബൂ ഖുഹാഫിൻ്റെ മോനായ അബൂബക്കറിൻ്റെ ഞാൻ പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കാതിരുന്നത്? ഞാനല്ലേ പറഞ്ഞു അവിടെ നിൽക്കാൻ? ചോദ്യം. നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു 2 ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഗുഹൻ്റെ ഉള്ളിൽ നിന്ന്, ഇത് ഗുഹൻ്റെ പുറത്തല്ലേ? ഈ ഉത്തരം പറയേണ്ട ആളെ നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെട്ടാലോ? ആരാണ് ഈ സിദ്ദീഖുൽ ഉത്തരം പറയേണ്ട ആൾ? ഒരു സഭ നോക്കിയിട്ട് നിബിധങ്ങൾ പറയുന്നുണ്ട്, ലോകത്ത് 360 നന്മ ഉണ്ട്, ഏതെങ്കിലും ഒരു നന്മ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തുന്നു. അതിന് സിദ്ദീഖുൽ ഫന എന്നുള്ളൊരു ചോദ്യമുണ്ട്. അഫി ഹസലത്തുൻ വാഹിദ, അബൂബക്കറിനൊന്നും ഉണ്ടാവുമെന്ന് ചെയ്യില്ല സ്വർഗത്തിൽ പോകാൻ. എന്തെങ്കിലും വേണ്ടേ അബൂബക്കറിന്? എന്തെങ്കിലും ഒന്നുണ്ടോ? ഒന്നെങ്കിലും കഴിച്ചിലാവാൻ ഒറ്റ ഒന്ന് പ്ലീസ്. കണ്ട ചോദ്യത്തിൻ്റെ ഒരു താഴ്മ ഉണ്ട. അഫി ഹസലത്തുൻ വാഹിദ. അതിന് നബിതങ്ങളുടെ മറുപടി, മോനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ല, മോനിക്ക് 360 ഉണ്ട്. മോനെ കുറിച്ച് ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്യോ? ആദ്യമായിട്ട് വലത് കയ്യിൽ കിതാബ് ഇട്ടല്ലോ ഉമർ റളിയല്ലാഹു അൻഹുവിനാണെന്ന് പറഞ്ഞപ്പോൾ ഉമർ അള്ളാഹിൻ്റെ ഡൗട്ട്, ശരിക്കും സിദ്ദീഖ് അങ്ങക്കല്ലേ കിട്ടേണ്ടത് നബിയെന്ന്. അതിന് തങ്ങളെ മറുപടി, അതിന് ഉമറെ, സിദ്ദീഖ് മഹ്ശറിൽ കാല് കുത്തുമ്പോൾ തന്നെ മലക്കൾ പൊക്കിയെടുത്ത് സ്വർഗത്ത് കൊണ്ടുപോകും, കിതാബ് അങ്ങനെ 100 സമയം ഉണ്ടാവില്ല. എന്താ പറയുന്നു? അപ്പോഴും ഞാൻ എന്ന് പറയുന്നതിനെ പണ്ടേ കത്തിച്ച് കളഞ്ഞുകൊണ്ടാണ് അബൂബക്കർ, അബൂബക്കറുടെ സ്വത്ത് എനിക്ക് ഉപകാരപ്പെട്ട അത്രയും ലോകത്ത് ഒരാളുടെ സ്വത്തും ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു മൂലക്കുന്ന് കരയുന്നു. എന്താ അബൂബക്കർ കരയണത്? തങ്ങൾ എന്തിനാണ് അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറഞ്ഞത്? അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കറിനെ തന്നെയും തങ്ങൾക്ക് തന്നില്ലേ പണ്ടേ, പിന്നെ എന്തിനാ ഈ അബൂബക്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്? അതിലാകാരനത്. അള്ളാഹിനോട് പലപ്പോഴും സിദ്ദീഖങ്ങൾ ദ്വാരക്കും, വല്ല മരത്തിൻ്റെ കൊമ്പങ്ങാനായിരുന്നെങ്കിൽ, വല്ല മരത്തിൻ്റെ ഇലകളായിരുന്നെങ്കിൽ, വല്ല ജീവിയും വന്ന് കടിച്ച് തിന്നുപോയാൽ ആഖിറത്തിൽ ഹിസാബ് നേരിടേണ്ടി വരൂലോ, അബൂബക്കർ എന്താ മഹ്ശറിന്ന് ചെയ്യാം. ചിലപ്പോഴൊക്കെ സിദ്ദീഖങ്ങൾ ഇങ്ങനെ അള്ളാഹിനോട് പറയും, എൻ്റെ ഉള്ളു നിനക്കറിയാം, എൻ്റെ ഉള്ളു നാട്ടുകാർക്ക് അറിയാത്തതുകൊണ്ടാണ് എന്നിങ്ങനെ പുകഴ്ത്തുന്നു. എൻ്റെ ഉള്ളു വളരെ പോക്കാണ്, എന്നെ നാട്ടുകാർ പുകഴ്ത്തിയതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിച്ചേക്കല്ലേ എന്ന്. ആരായി പറയും നോക്കിയേ? ആരാ നോക്കി നിങ്ങൾ? ആരാ പറയണത്? എൻ്റെ അബൂബക്കറിൻ്റെ ഈമാൻ ഒരു തട്ടിലും ലോകത്തെ മൊത്തം മനുഷ്യന്മാരുടെ ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ ലവസിന ഈമാനു അബൂബക്കർ, അബൂബക്കറിൻ്റെ ഈമാനാ ഫസ്റ്റ് ഉണ്ടാവുക. ഇപ്പുറത്തെ തട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉമർ തങ്ങൾ മുതൽ തുടങ്ങുന്നുണ്ട്. ഇപ്പുറത്തെ തട്ടിലെ ഉമർ റളിയല്ലാഹു അൻഹു മുതൽ തുടങ്ങുന്നുണ്ട്. ആ അബൂബക്കർ തങ്ങളോട് ആ ചോദ്യം, അബൂ ഖുഹാഫിൻ്റെ മോനായ നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് അവിടെ തന്നെ നിൽക്കാൻ, ഇമാമത്തെ എന്താ നിൽക്കാതിരുന്നത് എന്ന ചോദ്യത്തിൻ്റെ മറുപടി. അങ്ങനെ സ്വർഗത്തിൽ അമ്പിയാക്കൾക്ക് ശേഷം ആദ്യം എത്തുന്ന ആൾ, കിതാബ് വാങ്ങാൻ സമയമില്ലാത്ത ആൾ, 360 നന്മ ഉള്ള ആൾ, അങ്ങനെയൊക്കെ അബൂബക്കറിന് ഉണ്ടാവുമായിരിക്കും. പക്ഷേ നബിയെ, അബൂ ഖുഹാഫിൻ്റെ മോനായ അബൂബക്കർ മുത്തുനബീൻ്റെ മുന്നിൽ കയറി നിൽക്കാൻ മാത്രമൊന്നും വളർന്നിട്ടില്ല നബിയെ. അതിന് മാത്രമൊന്നും അബൂബക്കർ ആയിട്ടില്ല. അതിന് മാത്രമൊന്നും ഈ കാലിനെ ഊർജം പോരെ നബിയെ. അതിന് മാത്രമൊന്നും അബൂബക്കർ വളർന്നിട്ടില്ലല്ലോ നബിയെ. ഈ അബൂബക്കർ അങ്ങളാ വഫാത്താവുമ്പോൾ സ്വഹാബത്തിനോട് പറഞ്ഞത്, ജന്നത്തുൽ ബഖീലാണ് ഖബറടക്കേണ്ടത്, എല്ലാവരും അവിടെയാണ് ഖബറടക്കുക, മദീന പള്ളി മൈതാനി അല്ലേ, അവിടെ കൊണ്ടുപോകുമ്പോൾ ഒന്ന് റൗളൻ്റെ മുന്നിലൂടെ കൊണ്ടുപോകണേ, എന്നിട്ടൊന്ന് പൊരുത്തം വാങ്ങണം. അബൂബക്കറും ബിൽ ബാബ്, നബിയെ അബൂബക്കർ തങ്ങളിതാ തങ്ങളുടെ ഡോറിൻ്റെ അടുത്ത് പോകട്ടെ എന്ന് ചോദിക്കുമ്പോഴാണ് റൗളൻ്റെ ഉള്ളിൽ നിന്ന് ഉദ്ഖുലുൽ ഹബീബ ഇല്ലൽ ഹബീബ്, എവിടെ പോവാൻ? കിടത്തേടെ. എൻ്റെ അബൂബക്കർ എവിടെ കൊണ്ടുപോയി? എനിക്ക് വേണം അബൂബക്കറിനെ കിടത്തിടയായിരുന്നു. ഈ ഫനാഇന്റെ ലോകത്തേക്ക് പോയ മറ്റൊരാളാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്വർഗത്തിൻ്റെ കൊട്ടാരങ്ങൾ മൊത്തം കയറിയ കണ്ടപ്പോൾ എല്ലാ കൊട്ടാരവും ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി ഞാൻ കയറിയിരുന്നു. ഉമറെ, നിന്റെ കൊട്ടാരത്തിൽ ഞാൻ കയറിയില്ല. എന്താ നബി എൻ്റെ കൊട്ടാരത്തിൽ മാത്രം കയറാതിരുന്നത്? അതിൻ്റെ കാരണം എന്താ നബി? അത് നീ കുറച്ച് ഗൗരവമുള്ള ആളല്ലേ, നിന്റെ പെർമിഷൻ ഇല്ലാതെ ഞാനെങ്ങനെയാ സ്വർഗം? അത് പറയുമ്പോഴേക്ക് ഉമറുള്ള അതിന് കരഞ്ഞിട്ട് നനന്നെ പൂച്ചനെ പോലെ ആയിട്ടുണ്ട്. തങ്ങൾ എൻ്റെ പെർമിഷൻ എടുക്കാനോ? തങ്ങളോട് ഞാൻ ഗൗരവം കാണിക്കാനാ? എന്താ നബി? ആ ഉമർ തങ്ങളെയും പിടിച്ചവിടെ കിടത്തുന്നുണ്ട്. അവിടെ കൊല്ലാൻ വേണ്ടി വന്ന ഉമർ തങ്ങളെ പിടിച്ച് എന്ത് കൊല്ലം ഇങ്ങോട്ട് വേണം ഇങ്ങോട്ട് വന്നിട്ട് അടിച്ച് കിടത്തുന്നത്. രണ്ടാളെ ഒന്നിച്ച് ആ അബൂബക്കറിന്റെ കൈയും ഉമറുള്ളാന്റെ കൈയും തങ്ങൾ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഹാഖദാഫിൽ ജന്നാൻ, നമ്മൾ ഇപ്രകാരമായിരിക്കും സ്വർഗത്തിൽ നിന്ന്. അള്ളാഹു ആ കാഴ്ച കാണാൻ തൗഫീക്ക് ഈ സദസ്സ് കാരണമാക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ദിവസത്തെ ക്ലാസ്സിനെ അധികരിച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. ചോദ്യം നമ്പർ 1. അൽ-ഉംദതു ഫി ശർഹിൽ ബുർദ. അൽ-ഉംദതു ഫി ശർഹിൽ ബുർദ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ആ പേരിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ഉസ്താദ് ഇവിടെ പറഞ്ഞ ആ രചയിതാവിൻ്റെ പേരാണ്. ചോദ്യം നമ്പർ 2. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 ഒട്ടകങ്ങൾ സമ്മാനം കൊടുത്ത 40 ആളുകളെക്കുറിച്ചും 300 ഒട്ടകം കൊടുത്ത ഒരാളെക്കുറിച്ചും ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ 300 ഒട്ടകം കൊടുത്ത ആളെ പേര് പറഞ്ഞിരുന്നു. അത് ആരാണ്? ചോദ്യം നമ്പർ 3. ലാ തർഫഉ അസ്വാതകും എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടിയ ഒരു സഹാബിയെക്കുറിച്ച് ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ലാ തർഫഉ അസ്വാതകും എന്ന ആയത്തിറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരുന്ന സഹാബി, ആ സഹാബിയുടെ പേരെന്താണ്? ചോദ്യം നമ്പർ 4. സബീലുൽ ഹുദ വർ-റഷാദ്. സുബുലുൽ ഹുദ വർ-റഷാദ് എന്ന ഒരു രചനയെക്കുറിച്ച്, കൃതിയെക്കുറിച്ച് ഉസ്താദ് ക്ലാസ്സിൽ അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ രചയിതാവിൻ്റെ പേര്. സുബുലുൽ ഹുദ വർ-റഷാദ്, അതിൻ്റെ മുസന്നിഫിൻ്റെ പേര്. ചോദ്യം നമ്പർ 5. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 5 മഹത്തായ സ്വഭാവ സവിശേഷതയെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ഉസ്താദിൻ്റെ ക്ലാസ്സിൻ്റെ ഭൂരിഭാഗവും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ 5 സ്വഭാവ ഗുണങ്ങൾ എഴുതുക. കഴിഞ്ഞ ദിവസത്തെ വിജയിയെ പ്രഖ്യാപിക്കുകയാണ്. ഷംസീർ എരുമാട് കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യത്തിൽ വിജയി ഷംസീർ എരുമാടിന് ഉസ്താദ് സമ്മാനം നൽകുന്നു. അഞ്ചാളുകൾ പൂർണ്ണമായ ചരിത്രം എഴുതിയതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് വിജയിയെ തിരഞ്ഞെടുത്തത്. ഉസ്താദ് സമ്മാനം നൽകുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഉസ്താദ് ദുആ ചെയ്യുന്നു. നല്ല പരിപാടി, അടുക്കും ചിട്ടയുള്ള പരിപാടിയായിട്ട് വിലയിരുത്തുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, നമ്മുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ മജ്ലിസാണല്ലോ. ഈ മജ്ലിസിനെ തവസ്സുലാക്കി നമ്മൾ തേടുകയാണ്. നമ്മളെ നീ ഹായിബാക്കി കളയല്ല റഹ്മാൻ. നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തേറണേ അല്ലാഹ്. തെറ്റുകുറ്റങ്ങളില്ലാത്ത നല്ല ജീവിതം നൽകണേ റഹ്മാൻ. സലീമായ ഖൽബാക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാഹ്. ദുആ പറഞ്ഞവരുടെ മുറാദുകളെ ഹാസുലാക്കണേ അല്ലാഹ്. ഈ പരിപാടിയുടെ സംഘാടകർ, ഇതിനെ സഹായിച്ചവർ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ റഹ്മാൻ. ഈ സഭയിൽ നമ്മൾ പങ്കെടുത്ത ബർക്കത്തുകൊണ്ട് അവിടുത്തെ ശഫാഅത്ത് കിട്ടാൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹു, ഇത് നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ റബീഉൽ അവ്വലാക്കല്ല റഹ്മാൻ. നമ്മുടെ ഉസ്താദുമാർ, മാതാപിതാക്കൾ ദീർഘായുസ്സ് ആഫിയത്ത് നൽകണേ അല്ലാഹ്.
മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗ്ഗാക്കണേ റഹ്മാനെ. നമ്മളൊക്കെ ചെറിയ പ്രായം മുതൽ കുറേ സംസാരിച്ച് നമ്മുടെയൊക്കെ സംസാരം അവസാനിക്കുന്ന സമയം അഥവാ മരണസമയം അല്ലാ ഈമാനോടെ മൗത്താക്കണേ റഹ്മാനെ. ആ സമയത്ത് ഇബ്ലീസിന് വിട്ടുകൊടുത്തേക്കല്ല റഹ്മാനെ. അല്ലാ നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞാലുള്ള എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ അതൊക്കെ നമുക്ക് നൽകണേ റഹ്മാനെ. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.